എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഒരു മുൻവർഷ LDC ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഗാസയിൽ നടക്കുന്ന യുദ്ധത്തിൽ ജനരോഷം വർദ്ധിച്ചതിനാൽ ഇസ്രായേൽ പാസ്പോർട്ടുമായുള്ള സന്ദർശകരുടെ പ്രവേശനം നിരോധിച്ച രാജ്യം. ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്, മാലിദ്വീപ്. താഴെ തന്നിരിക്കുന്ന സൂചനകളുടെ അടിസ്ഥാനത്തിൽ ശരിയായ വ്യക്തി ആരാണെന്ന് തിരിച്ചറിയുക. ദി ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യ എന്ന ഗ്രന്ഥത്തിന്റെ കർത്താവ് 1952 ഒറീസയിൽ ഗവർണറായി ചുമതലയേറ്റു. സർദാർ പട്ടേലിനും നെഹ്റുവിനുമൊപ്പം നാട്ടുരാജ്യങ്ങളുടെ സംയോജനത്തിൽ നിർണായക പങ്ക് വഹിച്ചു. സ്റ്റേറ്റ്സ് ഡിപ്പാർട്ട്മെന്റിൽ സെക്രട്ടറിയായി പ്രവർത്തിച്ചു. ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്, VP മേനോൻ. താഴെ പറയുന്ന സ്ഥലങ്ങളിൽ നേറ്റോയുടെ ആസ്ഥാനം ഏതാണെന്ന് എഴുതുക. ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്, ബ്രസൽസ്. താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായവ തിരഞ്ഞെടുക്കുക. സമത്വ സമാജം അയ്യങ്കാളി, ആത്മവിദ്യാ സംഘം വാഗ്ഭടാനന്ദൻ, സഹോദര പ്രസ്ഥാനം ശ്രീനാരായണ ഗുരു, യോഗക്ഷേമ സഭ VT ഭട്ടതിരിപ്പാട്. ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്. 2ഉം 4ഉം ശരിയായ പ്രസ്താവനകളാണ്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നൽകുന്നതുമായി ബന്ധപ്പെട്ട മൗണ്ട് ബാറ്റൻ പദ്ധതിയിൽ ഉൾപ്പെടാത്ത പ്രസ്താവന ഏതെന്ന് രേഖപ്പെടുത്തുക. 1. ഏതൊക്കെ പ്രദേശങ്ങൾ പാകിസ്ഥാനിൽ ചേർക്കണമെന്ന് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി നിർദ്ദേശിക്കുന്നതാണ്. 2. ബംഗാളിലെയും പഞ്ചാബിലെയും ഹിന്ദു മുസ്ലിം സംസ്ഥാനങ്ങളുടെ അതിർത്തി നിർണയിക്കുന്നതിന് ഒരു അതിർത്തി നിർണയ കമ്മീഷനെ നിയമിക്കുന്നതാണ്. 3. പഞ്ചാബും ബംഗാളും 2ആയി വിഭജിക്കുന്നതാണ്. 4. മുസ്ലിങ്ങൾക്ക് ഭൂരിപക്ഷമുള്ള പ്രദേശത്ത് അവർ ആഗ്രഹിക്കുകയാണെങ്കിൽ ഒരു പ്രത്യേക രാജ്യം അനുവദിക്കുന്നതാണ്. ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ്. 1 മാത്രം തെറ്റായ പ്രസ്താവനയാണ്. ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ട ശരിയായ ഉത്തരം തിരഞ്ഞെടുക്കുക. 1. ഞാനാണ് രാഷ്ട്രം, ലൂയി 11-ാമൻ. 2. എനിക്ക് ശേഷം പ്രളയം, ലൂയി 15-ാമൻ. 3. നിങ്ങൾക്ക് റൊട്ടിയില്ലെങ്കിലെന്താ, കേക്ക് കഴിച്ചുകൂടെ, മേരി അന്റോയിനേറ്റ്. ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്. 2, 3 ശരി. ഉത്തരായന രേഖ കടന്നുപോകാത്ത സംസ്ഥാനം ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി ആണ്, ഒഡീഷ. എൽ നിനോ എന്നറിയപ്പെടുന്ന പ്രതിഭാസം ലോകത്തിന്റെ ഏത് പ്രദേശത്തെയാണ് പ്രധാനമായും ബാധിക്കുന്നത്? ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്, തെക്കേ അമേരിക്ക. വേനൽക്കാലത്ത് വടക്കൻ സമതലങ്ങളിൽ വീശുന്ന കാറ്റിന്റെ പേരെന്താണ്? ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്, ലൂ. കേരളത്തിലെ ആദ്യത്തെ റോഡ് ടണൽ ഏത് ജില്ലയിലാണ്? ഓപ്ഷൻ എ ആണ് ഉത്തരം വരിക, തൃശൂർ. 1991 ബാലൻസ് ഓഫ് പേയ്മെന്റ് പ്രതിസന്ധി മറികടക്കാൻ ഗവൺമെന്റ് സ്വീകരിച്ച അടിയന്തര നടപടി ഏതാണ്? ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്, വിദേശ കറൻസികൾക്കെതിരെയുള്ള രൂപയുടെ മൂല്യച്യുതി. ഹരിത വിപ്ലവത്തിന്റെ നേട്ടങ്ങളെ പറ്റിയുള്ള പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് ഏത്? ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്, ഗ്രാമീണ അസമത്വം. സാമ്പത്തിക പരിഷ്കരണാനന്തര കാലഘട്ടത്തിൽ പുറം കരാർ നൽകൽ ഔട്ട്സോഴ്സിംഗ് രംഗത്ത് ഇന്ത്യ മുൻപന്തിയിലെത്താൻ സഹായിച്ച വസ്തുതകൾ ഏവ? 1. വൈദഗ്ധ്യമേറിയ മനുഷ്യ വിഭവങ്ങൾ. 2. കുറഞ്ഞ വേതന നിരക്ക്. 3. ദാരിദ്ര്യം. 4. തൊഴിലില്ലായ്മ. ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്, 1, 2. ഇന്ത്യൻ കാർഷിക രംഗത്തെക്കുറിച്ചുള്ള പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് ഏത്? ഉത്തരം ഓപ്ഷൻ ബി ആണ്, ദേശീയ വരുമാനത്തിന്റെ പ്രധാന പങ്ക്. ഇന്ത്യ ഗവൺമെന്റ് വിഭാവനം ചെയ്ത സ്വയം പദ്ധതിയുടെ സവിശേഷത എന്താണ്? ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ്, പൗരന്മാർക്ക് ഗുണമേന്മയുള്ളതും സൗജന്യവുമായ വിദ്യാഭ്യാസം നൽകുക. നീതി ആയോഗിന്റെ ചുമതലകളിൽ ഉൾപ്പെടാത്ത പ്രസ്താവന ഏത്? ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ്, കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് സാമ്പത്തിക സഹായം അനുവദിക്കുന്നു. പ്രധാനമന്ത്രിയുടെ മുദ്ര പദ്ധതി ലക്ഷ്യമിടുന്നത് എന്താണ്? ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ്, ചെറുകിട സംരംഭകരെ സമ്പദ് വ്യവസ്ഥയുടെ മുഖ്യധാരയിലേക്ക് എത്തിക്കുക. താഴെ പറയുന്നവയിൽ ദേശീയ ലീഗൽ സർവീസ് അതോറിറ്റി സൗജന്യ നിയമ സേവനം നൽകുന്നത് ആർക്കൊക്കെ? 1. സ്ത്രീകൾക്കും കുട്ടികൾക്കും. 2. വ്യവസായശാലകളിലെ തൊഴിലാളികൾ. 3. ഭിന്നശേഷിക്കാർ. ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ്, ഓൾ ഓഫ് ദ അബവ്. മൗലിക കർത്തവ്യങ്ങളുമായി ബന്ധപ്പെട്ട ചുവടെ ചേർക്കുന്ന ശരിയായ പ്രസ്താവന ഏത്? 1. വകുപ്പ് 51A ഇവ പ്രതിപാദിക്കുന്നു.
2 ഭാഗം 3A-യിൽ ഇവ ഉൾക്കൊള്ളിച്ചിരിക്കുന്നു. 3 12 മൗലിക കർത്തവ്യങ്ങളാണ് ഉള്ളത്. ഓപ്ഷൻ എ ആണ് ഉത്തരം. ഓൺലി 1 and 2. ഭരണഘടനാ നിർമ്മാണ സഭയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത്? 1 സഭയിൽ പ്രധാനമായും 9 കമ്മിറ്റികൾ ഉണ്ടായിരുന്നു. 2 നെഹ്റു, പട്ടേൽ, അംബേദ്കർ തുടങ്ങിയവർ ഇതിൻ്റെ ചെയർമാൻമാർ ആയിരുന്നു. 3 അസംബ്ലിയിലെ മീറ്റിംഗുകൾ പൊതുജനങ്ങൾക്ക് കാണാവുന്ന തരത്തിലായിരുന്നു. ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ്. ഓൺലി 2 and 3. ഇന്ത്യൻ ഭരണഘടന അമേരിക്കൻ ഭരണഘടനയിൽ നിന്നും കടമെടുത്ത ആശയങ്ങളിൽ ശരിയേത്? 1 നിർദ്ദേശക തത്വങ്ങൾ, 2 മൗലിക അവകാശങ്ങൾ, 3 നിഷ്പക്ഷമായ നീതിന്യായ വ്യവസ്ഥ. ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്. ഓൺലി 2 and 3. ഇന്ത്യൻ ഭരണഘടന ബ്രിട്ടീഷ് ഭരണഘടനയിൽ നിന്നും കടമെടുത്തിട്ടുള്ള ആശയങ്ങൾ ഏവ? 1 അർദ്ധ ഫെഡറൽ സമ്പ്രദായം, 2 കേവല ഭൂരിപക്ഷ സമ്പ്രദായം, 3 നിയമ നിർമ്മാണ പ്രക്രിയ. ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്. ഓൺലി 2 and 3. ഭരണഘടനയിലെ 19-ാം വകുപ്പ് പ്രകാരം ശരിയായ പ്രസ്താവന ഏത്? 1 സഞ്ചാര സ്വാതന്ത്ര്യം, 2 വിദ്യാഭ്യാസത്തിനുള്ള സ്വാതന്ത്ര്യം, 3 സംഘടനാ രൂപീകരണത്തിനുള്ള സ്വാതന്ത്ര്യം. ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്. ഓൺലി 1 and 3. ദേശീയ മനുഷ്യാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നതിൽ ശരിയായ പ്രസ്താവന ഏത്? 1 കമ്മീഷനിൽ 5 അംഗങ്ങളാണ് ഉള്ളത്. 2 സുപ്രീം കോടതിയിലെ മുൻ ജഡ്ജി ഒരു അംഗമാണ്. 3 ഹൈക്കോടതിയിലെ മുൻ ജഡ്ജി ഒരു അംഗമാണ്. ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ്. ഓൺലി 1 and 2. കേവല ഭൂരിപക്ഷ സമ്പ്രദായവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത്? ഈ സമ്പ്രദായത്തിൽ ഒരു പാർട്ടിക്ക് പാർലമെന്റിൽ കൂടുതൽ സീറ്റുകളും എന്നാൽ കുറച്ച് വോട്ടുകളും ലഭിക്കാം. ഒരു പാർട്ടിക്ക് ലഭിക്കുന്ന വോട്ടുകളും സീറ്റുകളും തുല്യമായിരിക്കും. കേവല ഭൂരിപക്ഷ സമ്പ്രദായത്തിന് ഉദാഹരണം ബ്രിട്ടനും ഇന്ത്യയുമാണ്. ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ്. ഓൺലി 1 and 3. തിരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്? 1 ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അധ്യക്ഷൻ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറാണ്. 2 മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർക്കും മറ്റ് അംഗങ്ങൾക്കും തുല്യ അധികാരങ്ങളാണ് ഉള്ളത്. 3 അംഗങ്ങളെ നിയമിക്കുന്നത് ഇന്ത്യൻ പ്രസിഡന്റാണ്. ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ്. ഓൾ ഓഫ് ദ അബവ്. ഉപരാഷ്ട്രപതിയുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന ശരിയായ പ്രസ്താവന ഏത്? 1 ഉപരാഷ്ട്രപതിയെ 5 വർഷത്തേക്കാണ് തിരഞ്ഞെടുക്കുന്നത്. 2 ഉപരാഷ്ട്രപതി രാജ്യസഭാ അധ്യക്ഷനാണ്. 3 പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കുന്നത് പോലെയാണ് ഉപരാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്നത്. ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ്. ഓൺലി 1 and 2. ഭരണഘടനയിലെ 73-ാം ഭേദഗതിയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്? 1 പഞ്ചായത്ത് രാജ് സമ്പ്രദായത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നു. 2 12-ാം ഷെഡ്യൂളിൽ 73-ാം ഭേദഗതി ഉൾപ്പെടുത്തിയിരിക്കുന്നു. 3 ത്രിതല ഭരണ സംവിധാനം പ്രദാനം ചെയ്യുന്നു. ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്. ഓൺലി 1 and 3. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്? 1 സാമ്പത്തിക കുറ്റകൃത്യ രഹസ്യാന്വേഷണവുമായി ബന്ധപ്പെട്ട് രൂപീകരിക്കപ്പെട്ടത്. 2 ധനകാര്യ മന്ത്രാലയത്തിലെ റവന്യൂ വകുപ്പിന്റെ ഭാഗമായിട്ടാണ് പ്രവർത്തിക്കുന്നത്. 3 രാഹുൽ നവീനാണ് ഇപ്പോഴത്തെ പ്രത്യേക ഡയറക്ടറുടെ ചുമതല വഹിക്കുന്നത്. ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്. ഓൾ ഓഫ് ദ അബവ്. താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏത്? 1 മുഖ്യമന്ത്രിയെ നിയമിക്കുന്നത് സംസ്ഥാനത്തെ ഗവർണറാണ്. 2 മന്ത്രിസഭയെ ഗവർണർ മുഖ്യമന്ത്രിയുടെ ഉപദേശപ്രകാരം നിയമിക്കുന്നു. 3 മന്ത്രിസഭയ്ക്ക് ഗവർണറോട് കൂട്ടുത്തരവാദിത്തം ഉണ്ട്. ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ്. ഓൺലി 1 and 2. ചുവടെ ചേർക്കുന്ന പ്രസ്താവനകളിൽ ശരിയേത്? 1 കേന്ദ്ര മന്ത്രിസഭയുടെ ഉപദേശപ്രകാരം രാഷ്ട്രപതിയാണ് ഗവർണറെ നിയമിക്കുന്നത്. 2 ഭരണകാര്യങ്ങളിൽ ഗവർണർ മുഖ്യമന്ത്രിയെ സഹായിക്കുന്നു. 3 സംസ്ഥാന ഭരണനിർവഹണ വിഭാഗത്തിന്റെ തലവൻ ഗവർണറാണ്. ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ്. ഓൺലി 1 and 3. താഴെ പറയുന്നവയിൽ മനുഷ്യ ദഹന വ്യവസ്ഥയുടെ പ്രവർത്തനം അല്ലാത്തത് ഏത്? ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്. ശരീര താപനില നിയന്ത്രിക്കുക. താഴെ പറയുന്നവയിൽ കാൽസ്യത്തിന്റെ അഭാവം മൂലം ഉണ്ടാവുന്ന രോഗമേത്? ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ്. ഓസ്റ്റിയോപൊറോസിസ്. ഭൂമിയുടെ ശ്വാസകോശം എന്നറിയപ്പെടുന്നത്? ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്. മഴക്കാടുകൾ. ഏതുതരം കൊഴുപ്പിനെയാണ് ആരോഗ്യകരമായ കൊഴുപ്പായി കണക്കാക്കുന്നത്?
ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്, ട്രാൻസ് കൊഴുപ്പ്. ജനിതക എഡിറ്റിംഗ് സാങ്കേതികതയായ ക്രിസ്പർ കാസ്9 ഏത് മേഖലയിലാണ് വലിയ പ്രതീക്ഷ നൽകുന്നത്? ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്, ക്യാൻസർ ചികിത്സ. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ധമനി ഏതാണ്? ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്, അയോർട്ട. ഡെങ്കിപ്പനി പരത്തുന്നത് ഏത് തരം കൊതുകുകൾ ആണ്? ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്, ഈഡിസ് ഈജിപ്തി. ലോകാരോഗ്യ സംഘടന WHO ആസ്ഥാനം എവിടെയാണ്? ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ്, സ്വിറ്റ്സർലാൻഡ്. ഭൂഗുരുത്വാകർഷണം മൂലമുള്ള ത്വരണം ജിയെ സംബന്ധിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായവ ഏതെല്ലാം? 1. ധ്രുവ പ്രദേശങ്ങളിൽ ജിക്ക് പരമാവധി മൂല്യമുണ്ട്. 2. ഭൂമധ്യരേഖാ പ്രദേശത്ത് ജിക്ക് പരമാവധി മൂല്യം ഉണ്ട്. 3. ഭൂകേന്ദ്രത്തിൽ ജിയുടെ വില 0 ആയിരിക്കും. ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്, 1 and 3. h ഉയരത്തിൽ നിന്നും താഴേക്ക് പതിക്കുന്ന ഒരു വസ്തു പകുതി ദൂരം സഞ്ചരിച്ചു കഴിയുമ്പോൾ അതിൻ്റെ സ്ഥിതികോർജവും ഗതികോർജവും തമ്മിലുള്ള അനുപാതം എത്രയായിരിക്കും? ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ്, 1:1. താഴെ പറയുന്ന മാധ്യമങ്ങളെ അവയിലൂടെയുള്ള ശബ്ദ തരംഗങ്ങളുടെ പ്രവേഗത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആരോഹണ ക്രമത്തിൽ എഴുതുക. 1. ശുദ്ധജലം, 2. വായു, 3. സമുദ്രജലം. ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ്, 2, 1, 3. ഇന്ത്യയുടെ സൗരമിഷനായ ആദിത്യ L1 ഭൂമിയിൽ നിന്നുള്ള അകലം ഭൂമിയും സൂര്യനും തമ്മിലുള്ള അകലത്തിൻ്റെ എത്ര ശതമാനമാണ്? ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ്, 1%. താഴെ പറയുന്നവയിൽ ഇന്ത്യയിലെ സൗരോർജ വികസനത്തിനായുള്ള സ്ഥാപനം അല്ലെങ്കിൽ പദ്ധതി അല്ലാത്തത് ഏതാണ്? 1. NSM, 2. NLCIL, 3. NISE. ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്, 2. താഴെ പറയുന്നവയിൽ ഏത് സംയുക്തത്തിൻ്റെ നിർമ്മാണത്തിന് ആണ് സ്പോഞ്ചി അയേൺ ഉൾപ്രേരകമായി ഉപയോഗിക്കുന്നത്? ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്, അമോണിയ. കലാമിൻ എന്നത് ഏത് ലോഹത്തിൻ്റെ അയിരാണ്? ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ്, സിങ്ക്. താഴെ പറയുന്നവയിൽ തെറ്റായ പ്രസ്താവന ഏത്? ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്, അറ്റോമിക നമ്പർ, മാസ് നമ്പർ എന്നിവ വ്യത്യസ്തമായ മൂലകമാണ് ഹൈഡ്രജൻ. അടുത്ത ചോദ്യം, ഇന്ത്യയിലെ ആദ്യത്തെ ബ്രെയിൻ ഹെൽത്ത് ക്ലിനിക് ആരംഭിച്ച സ്ഥലം ഏത്? ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്, ബാംഗ്ലൂർ. താഴെ പറയുന്നവയിൽ ഏതാണ് ചന്ദ്രയാൻ 3 മിഷൻ റോവർ? ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ്, പ്രഗ്യാൻ. കൂത്തിന് ഉപയോഗിക്കുന്ന പ്രധാന വാദ്യമേത്? ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ്, മിഴാവ്. 1923 രചിക്കപ്പെട്ട ഭൂതരായർ എന്ന നോവലിൻ്റെ കർത്താവ് ആര്? ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്, രാമവർമ്മ അപ്പൻ തമ്പുരാൻ. വെട്ടത്തു സമ്പ്രദായം ഏത് കലാരൂപവുമായി ബന്ധപ്പെട്ടതാണ്? ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്, കഥകളി. മഹാകവി പി കുഞ്ഞിരാമൻ നായരെ കുറിച്ച് മേഘരൂപൻ എന്ന കവിത എഴുതിയത് ആര്? ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ്, ആറ്റൂർ രവിവർമ്മ. കേരളം ആദ്യമായി സന്തോഷ് ട്രോഫി ഫുട്ബോൾ കിരീടം നേടിയ വർഷം ഏത്? ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്, 1973. 2023 അണ്ടർ-17 ഫിഫ ലോകകപ്പിന് ആതിഥേയത്വം വഹിച്ചത് ഏത് രാജ്യം? ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്, ഇന്തോനേഷ്യ. മലയാള വിഭാഗത്തിൽ കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ 2023 ബാലസാഹിത്യ പുരസ്കാരം ലഭിച്ചത് ആർക്ക്? ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്, പ്രിയ AS. സെൻസിറ്റീവായ ബാങ്ക് അല്ലെങ്കിൽ ഓൺലൈൻ പേയ്മെൻറ്റ് വിവരങ്ങൾ ആവശ്യപ്പെട്ട് ഏതെങ്കിലും അജ്ഞാത വ്യക്തി അല്ലെങ്കിൽ സ്ഥാപനം വിശ്വസനീയവും ആകർഷകവുമായ രീതിയിൽ നിങ്ങൾക്ക് മെയിൽ അയക്കുമ്പോൾ അത് ഡാഷ് ആണ്. ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്, ഫിഷിംഗ്. പാക്കറ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന വിവരങ്ങൾ പ്രോസസ്സ് ചെയ്തുകൊണ്ട് ഇനി പറയുന്ന ഉപകരണങ്ങളിൽ ഏതാണ് നെറ്റ്വർക്കുകൾക്കിടയിൽ പാക്കറ്റുകൾ ഫോർവേഡ് ചെയ്യുന്നത്? ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ്, റൂട്ടർ. ഡാഷ് ഒരു നിർദ്ദിഷ്ട പ്രശ്നം പരിഹരിക്കുന്നതിനോ അല്ലെങ്കിൽ ഒരു നിർദ്ദിഷ്ട ജോലി ചെയ്യുന്നതിനോ രൂപകൽപ്പന ചെയ്തിട്ടുള്ളതാണ്. ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ്, ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ. ഡാം ഒരു ഡാഷ് ആണ്. ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്, മാൽവെയർ.
യഥാർത്ഥ ലോകത്ത് വെർച്വൽ ഒബ്ജക്റ്റുകൾ ഓവർലൈഡ് ചെയ്യാൻ അനുവദിക്കുന്ന സാങ്കേതിക വിദ്യയുടെ പേര് എന്താണ്? ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്, ഓഗ്മെന്റഡ് റിയാലിറ്റി. ഉപഭോക്തൃ സംരക്ഷണ നിയമം 2019 പ്രകാരം ഏത് ഉപഭോക്തൃ അവകാശം ഉറപ്പു നൽകുന്നില്ല? ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്, ചൂഷണത്തിനുള്ള അവകാശം. ദേശീയ വനിതാ കമ്മീഷന്റെ പ്രവർത്തനങ്ങൾ ഇതിൽ വ്യക്തമാക്കിയിരിക്കുന്നു. ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ്, 1990 ദേശീയ വനിതാ കമ്മീഷൻ നിയമത്തിന്റെ 10-ാം വകുപ്പ്. ഗാർഹിക പീഡനത്തിൽ നിന്നുള്ള സ്ത്രീകളുടെ സംരക്ഷണ നിയമം 2005 പ്രകാരം ഇരകളെ നേരിട്ട് ഉപദേശിക്കാൻ ആർക്കാകും? ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ്, മജിസ്ട്രേറ്റ്. 2005 വിവരാവകാശ നിയമത്തിന്റെ 2-ാം വകുപ്പിൽ ഇനി പറയുന്നവയ്ക്കുള്ള അവകാശം ഉൾപ്പെടുന്നു: എ. ജോലി, രേഖകൾ എന്നിവയുടെ പരിശോധന. ബി. രേഖകളുടെയോ ചാർജുകൾ, എക്സ്ട്രാക്റ്റുകൾ അല്ലെങ്കിൽ സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകൾ എടുക്കൽ. സി. മെറ്റീരിയലിന്റെ സാക്ഷ്യപ്പെടുത്തിയ സാമ്പിളുകൾ എടുക്കൽ. ഡി. മുകളിൽ പറഞ്ഞവയെല്ലാം. ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ്, മുകളിൽ പറഞ്ഞവ എല്ലാം. 2012 കുട്ടികളുടെ ലൈംഗിക കുറ്റകൃത്യങ്ങളിൽ നിന്നുള്ള സംരക്ഷണ നിയമപ്രകാരമുള്ള കുറ്റം പ്രത്യേക കോടതി വിചാരണ ചെയ്ത ശേഷം ഇരയായ കുട്ടിയുടെ തെളിവുകൾ ഇനി പറയുന്ന പരിധിക്കുള്ളിൽ രേഖപ്പെടുത്തണം. ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്, 30 ദിവസം. പോക്സോ നിയമപ്രകാരം കുട്ടി ആരാണ്? ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ്, 19 വയസ്സിന് താഴെയുള്ള ഏതൊരു വ്യക്തിയും. അടുത്ത ചോദ്യം: ദേശീയ വനിതാ കമ്മീഷൻ 2024 അധ്യക്ഷൻ ആരാണ്? ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ്, രേഖ ശർമ്മ. ഫൈൻഡ് ഔട്ട് ദ കറക്റ്റ് സ്പെല്ലിംഗ്. ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്. വാട്ട് ഈസ് ദ മീനിങ് ഓഫ് എ ഡോഗ് ഇൻ ദ മേഞ്ചർ പോളിസി? ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ്, എ മാൻ ഹു പ്രിവെൻറ്റ്സ് അതേഴ്സ് ഫ്രം എൻജോയിങ് സംതിങ്. Spot the error. Although he left home early, but he reached school late. No error. ഇതിൽ ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്. അടുത്ത ചോദ്യം: ഫെസിമൈൽ മീൻസ്. ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്, എക്സാക്ട് കോപ്പി. നവീൻ സെഡ്, നീഡ് ഐ ഗോ അറ്റ് വൺസ്? ചേഞ്ച് ഇൻ ടു റിപ്പോർട്ടഡ് സ്പീച്ച്. ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ്, നവീൻ ആസ്ക്ഡ് ഇഫ് he had to go just then. None of the workmen arrived. ഡാഷ്. ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്, ഡിഡ് ദേ. ലെപ്റ്റോസ്പൈറോസിസ് ഈസ് റിലേറ്റഡ് വിത്ത് ഡാഷ്. ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്, റാറ്റ്. ഡാഷ് ബേർഡ് ഇൻ ഹാൻഡ് ഈസ് വർത്ത് 2 ഇൻ ഡാഷ് ബുഷ്. ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്, എ. ദ. ഹി ഈസ് ബീയിങ് അക്യൂസ്ഡ് ഡാഷ് തെഫ്റ്റ്. ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്, ഓഫ്. They have contacted everyone concerned. Change the voice. ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്, everyone concerned has been contacted. താഴെ പറയുന്നവയിൽ ശരിയായ വാക്യപ്രയോഗം ഏത്? ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്, കുട്ടികൾക്ക് പഠിക്കുന്നതിനും കളിക്കുന്നതിനുമുള്ള അവസരങ്ങൾ നൽകേണ്ടതാണ്. താഴെ പറയുന്നവയിൽ പൂജക ബഹുവചനത്തിന് ഉദാഹരണം. ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ്, സ്വാമികൾ. വേദത്തെ സംബന്ധിച്ചത് ശരിയായ ഒറ്റപ്പദം ഏത്? ഉത്തരം ഓപ്ഷൻ എ, വൈദികം. ക്ഷണികം എന്ന പദത്തിന്റെ വിപരീത പദം ഏതാണ്? ഉത്തരം വരുന്നത് ബി, ശാശ്വതം. താഴെ പറയുന്നവയിൽ നിലാവ് എന്ന പദത്തിന്റെ ശരിയായ പര്യായ പദങ്ങൾ ഏവ? ഉത്തരം ഓപ്ഷൻ എ ആണ്, നിലാവ്, ചന്ദ്രിക, കൗമുദി. അമ്പലം വിഴുങ്ങുക എന്ന ശൈലിയുടെ അർത്ഥം താഴെ തന്നിരിക്കുന്ന ഉത്തരങ്ങളിൽ നിന്നും കണ്ടെത്തുക. ഉത്തരം ഓപ്ഷൻ എ ആണ്, മുഴുവൻ കൊള്ളയടിക്കുക. താഴെ തന്നിരിക്കുന്നവയിൽ നിന്ന് ശരിയായ പദം കണ്ടെത്തുക. ഓപ്ഷൻ സി ആണ്, ഭഗവത്ഗീത. വിണ്ടലം ശരിയായ രീതിയിൽ പദം ചേർത്തെഴുതിയിരിക്കുന്നത് ഏതാണ്? ഉത്തരം ഓപ്ഷൻ എ ആണ്, വിൺ പ്ലസ് തലം. തലവേദന എന്ന പദത്തിന്റെ ശരിയായ ഘടക പദങ്ങളേത്? ഉത്തരം ഓപ്ഷൻ സി ആണ്, തലയിലെ വേദന. ചന്ദനം എന്ന വാക്കിന് സമാനമായ പദം ഏത്? ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്, മാലേയം. വിദ്യാപോഷിണി സഭ സ്ഥാപിച്ചത് ആര്? ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്, സഹോദരൻ അയ്യപ്പൻ. 2 സ്റ്റേറ്റ്മെന്റുകളാണ് കൊടുത്തിരിക്കുന്നത്. 1, നിയമലംഘന പ്രസ്ഥാനം നിസ്സഹകരണ പ്രസ്ഥാനത്തിൽ നിന്ന് വ്യത്യസ്തമാണ്. 2, നിയമലംഘന പ്രസ്ഥാനത്തിൽ ഏർപ്പെട്ട ജനങ്ങൾ ബ്രിട്ടീഷുകാരോട് സഹകരിക്കാതിരിക്കുക മാത്രമല്ല, അവർ കൊണ്ടുവന്ന നിയമങ്ങൾ എതിർക്കുകയും ചെയ്തു. ശരിയായത് തിരഞ്ഞെടുക്കുക. ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ്, രണ്ടും ശരിയാണ്.
അടുത്ത ചോദ്യം, ഇന്ത്യയിലെ ആദ്യത്തെ സ്ത്രീ സർവകലാശാല എവിടെ സ്ഥിതി ചെയ്യുന്നു? ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ്, മഹാരാഷ്ട്ര. സ്വരാജ് പാർട്ടി സ്ഥാപിച്ചത് ആരാണ്? ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ്, CR ദാസും മോത്തിലാൽ നെഹ്റുവും. അടുത്ത ചോദ്യം 2 സ്റ്റേറ്റ്മെൻറ്റുകളാണ്. ഒന്ന്, ഇംഗ്ലണ്ടിലെ രാജാവായ ജെയിംസ് രണ്ടാമൻ ഫ്രാൻസിലേക്ക് പലായനം ചെയ്തു. 2, വില്യവും മേരിയും അധികാരത്തിൽ വന്നു. ഏത് സംഭവവുമായാണ് ഇവ ബന്ധപ്പെട്ടിരിക്കുന്നത്? ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ്, ഗ്ലോറിയസ് റവല്യൂഷൻ. താഴെ പറയുന്നവയിൽ ഐക്യരാഷ്ട്രസഭയുടെ ലക്ഷ്യമല്ലാത്തത് ഏത്? എ, ലോക ജനതയുടെ ക്ഷേമം ഉറപ്പുവരുത്തുക. ബി, അന്താരാഷ്ട്ര സഹകരണത്തിന് വേദിയാവുക. സി, അന്താരാഷ്ട്ര സമാധാനവും സുരക്ഷയും കാത്തുസൂക്ഷിക്കുക. ഡി, അന്താരാഷ്ട്ര വ്യാപാരം നിയന്ത്രിക്കുക. ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ്, അന്താരാഷ്ട്ര വ്യാപാരം നിയന്ത്രിക്കുക. അടുത്ത ചോദ്യം, പ്രധാനമായും സിലിക്കേറ്റ് ധാതുക്കൾ അടങ്ങിയതും ഭൂമിയുടെ വ്യാപ്തിയുടെ 84% വരുന്നതുമായ ഭൂമിയുടെ പാളി ഏതാണ്? ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്, ആന്തര അകക്കാമ്പ്. പരുത്തി കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണ് ഏതാണ്? ഓപ്ഷൻ എ ആണ്, കറുത്ത മണ്ണ്. ഡെക്കാൻ ട്രാപ്പ് എന്നറിയപ്പെടുന്ന ഭൂമിശാസ്ത്രപരമായ രൂപീകരണത്തെ ഇനി പറയുന്ന ഏത് പ്രസ്താവനയാണ് ശരിയായി വിവരിക്കുന്നത്? ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്, ക്രിട്ടേഷ്യസ് കാലഘട്ടത്തിൻ്റെ അവസാനത്തിൽ അഗ്നിപർവ്വത സ്ഫോടനങ്ങളാൽ രൂപപ്പെട്ട ഒരു അഗ്നി പ്രവിശ്യയാണ് ഇത്. ഏത് അന്തരീക്ഷ പാളിയിലാണ് ഓസോൺ പാളി കാണപ്പെടുന്നത്? ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ്, സ്ട്രാറ്റോസ്ഫിയർ. കേരളത്തിൽ പ്രധാനമായും കാണപ്പെടുന്നതും വിവിധ വ്യവസായങ്ങളിൽ ഉപയോഗിക്കുന്ന ടൈറ്റാനിയം ഡയോക്സൈഡ് പിഗ്മെന്റിന്റെ ഉൽപാദനത്തെ പിന്തുണയ്ക്കുന്നതുമായ ധാതു ഏതാണ്? ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്, ഇൽമനൈറ്റ്. സർക്കാർ സംരംഭത്തിന് കീഴിൽ സ്വത്തുക്കളുടെ ജിയോ ടാഗിംഗ് പൂർത്തിയാക്കിയ ആദ്യത്തെ സംസ്ഥാനമെന്ന പദവി അടുത്തിടെ നേടിയ ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ്, കർണാടക. ഇന്ത്യയിൽ 1-ാം പഞ്ചവത്സര പദ്ധതി ആരംഭിച്ച വർഷം? ഓപ്ഷൻ ഡി, 1951. നീതി ആയോഗ് സ്ഥാപിതമായ വർഷം? ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്, 2015. ഇന്ത്യയിൽ നടപ്പിലാക്കുന്ന പഞ്ചവത്സര പദ്ധതികളുടെ ലക്ഷ്യങ്ങൾ ഏതെല്ലാം? എ, സാമ്പത്തിക വളർച്ച. ബി, സാമൂഹിക സമത്വവും സ്വയം പര്യാപ്തതയും. സി, ആധുനികവൽക്കരണം. ഡി, മുകളിൽ കൊടുത്തിരിക്കുന്നത് എല്ലാം. ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ്, മുകളിൽ കൊടുത്തിരിക്കുന്നത് എല്ലാം. ഇന്ത്യയിൽ GDP കണക്കാക്കുന്നത് ആരാണ്? ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ്, CSO. ഡിജിറ്റൽ സാക്ഷരതയും ഡിജിറ്റൽ അടിസ്ഥാന വികസനവും വർദ്ധിപ്പിക്കുന്നതിന് ഇന്ത്യ ഗവൺമെന്റ് തുടങ്ങിയ പുതിയ പദ്ധതിയുടെ പേര് എന്താണ്? ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്, ഡിജിറ്റൽ ഇന്ത്യ. ഇന്ത്യയിൽ ഹരിത വിപ്ലവത്തിന്റെ ശില്പി എന്ന് അറിയപ്പെടുന്നത് ആരാണ്? ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ്, ഡോക്ടർ MS സ്വാമിനാഥൻ. അടുത്ത ചോദ്യം, നീതി ആയോഗിന്റെ ഇപ്പോഴത്തെ വൈസ് ചെയർപേഴ്സൺ? ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്, സുമൻ ബെറി. ഭരണഘടനയുടെ 42-ാം ഭേദഗതിയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? 1, സോഷ്യലിസ്റ്റ്, സെക്യുലർ എന്നീ പദങ്ങൾ കൂട്ടിച്ചേർത്തു. 2, സമത്വം, സാഹോദര്യം എന്നീ പദങ്ങൾ കൂട്ടിച്ചേർത്തു. 3, അഖണ്ഡത എന്ന പദം കൂട്ടിച്ചേർത്തു. ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്, 1, 3 മാത്രം. താഴെ പറയുന്ന വനിതകളിൽ ഭരണഘടനാ നിർമ്മാണ സഭയിൽ അംഗമല്ലാത്തത് ആര്? ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്, അക്കമ്മ ചെറിയാൻ. കൂടുതൽ അധികാരത്തോടുകൂടിയ കേന്ദ്ര ഗവൺമെന്റ് എന്ന ഇന്ത്യൻ ഫെഡറലിസം ഏത് ഭരണഘടനയുടെ സ്വാധീനത്താൽ രൂപപ്പെടുത്തിയതാണ്? ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്, കാനഡ. ഇന്ത്യൻ ഉപരാഷ്ട്രപതിയുടെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട താഴെ പറയുന്നതിൽ ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? 1, രാജ്യസഭയിലെ തിരഞ്ഞെടുക്കപ്പെട്ട MP-മാർക്കെല്ലാം വോട്ടവകാശം ലഭിക്കുന്നു. 2, ലോക്സഭയിലെ മുഴുവൻ MP-മാർക്കും വോട്ടവകാശം ലഭിക്കുന്നു. 3, രാജ്യസഭയിലെ മുഴുവൻ MP-മാർക്കും വോട്ടവകാശം ലഭിക്കുന്നു. ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്, 2, 3 മാത്രം. കേന്ദ്ര സംസ്ഥാന അധികാര വിഭജനത്തെക്കുറിച്ച് പറയുന്നതിൽ സംസ്ഥാന ലിസ്റ്റിൽ പെടാത്ത വിഷയം ഏത്? ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്, വനം. അമേരിക്കൻ പ്രസിഡന്റിനെ തെരഞ്ഞെടുക്കുന്നത് എത്ര വർഷത്തേക്കാണ്? ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്, 4 വർഷം. ഐക്യരാഷ്ട്രസഭയുടെ സെക്രട്ടറി ജനറലായ അന്റോണിയോ ഗുട്ടറസ് ഏത് രാജ്യക്കാരനാണ്? ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ്, പോർച്ചുഗൽ.
കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ഘടനയെ സംബന്ധിക്കുന്ന ശരിയായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക. 1. അധ്യക്ഷൻ മുഖ്യമന്ത്രിയാണ്. 2. നിലവിലെ അംഗസംഖ്യ 9 ആണ്. 3. ഉപാധ്യക്ഷൻ റവന്യൂ ഡിപ്പാർട്ട്മെന്റ് അഡീഷണൽ ചീഫ് സെക്രട്ടറിയാണ്. ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്, 1 മാത്രം. കാലക്രമത്തിൽ എഴുതുക. 1. കൊച്ചി കുടിയായ്മ നിയമം. 2. മലബാർ കുടിയായ്മ നിയമം. 3. പണ്ടാരപ്പാട്ട വിളംബരം. 4. കേരള സ്റ്റേ ഓഫ് എവിക്ഷൻ പ്രൊസീഡിങ്സ് ആക്ട്. ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ്, 3, 1, 2, 4. 2007 മാതാപിതാക്കളുടെയും മുതിർന്ന പൗരന്മാരുടെയും സംരക്ഷണവും ക്ഷേമവും നിയമത്തിലെ വകുപ്പുകളും അനുബന്ധ വ്യവസ്ഥകളും കണ്ടെത്തുക. ഓപ്ഷൻ നിങ്ങൾ വായിച്ചു നോക്കുക. ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്. തെറ്റായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ കണ്ടെത്തുക. 1. കേരളത്തിൽ തൊഴിലുറപ്പ് പദ്ധതി ആദ്യഘട്ടത്തിൽ നടപ്പിലാക്കിയത് ഇടുക്കി, കാസർഗോഡ് ജില്ലകളിലാണ്. 2. തൊഴിലുറപ്പ് പദ്ധതി പ്രകാരമുള്ള പ്രവർത്തികൾ ഏറ്റെടുത്ത് നടപ്പിലാക്കാനുള്ള ചുമതല ഗ്രാമപഞ്ചായത്തുകൾക്കാണ്. 3. തൊഴിലുറപ്പ് പദ്ധതിയുടെ മാതൃകയിൽ കേരളത്തിലെ നഗരസഭകളിലും കോർപ്പറേഷനുകളിലും നടപ്പിലാക്കിയ പദ്ധതിയാണ് അയ്യങ്കാളി ദേശീയ നഗര തൊഴിലുറപ്പ് പദ്ധതി. ഇതിൽ ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്, 1 മാത്രം. കേരള സംസ്ഥാന സർവീസിലെ ഉദ്യോഗസ്ഥർക്ക് എതിരെയുള്ള ശിക്ഷണ നടപടികളെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്. ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ്, കേരള സിവിൽ സർവീസ് ക്ലാസിഫിക്കേഷൻ കൺട്രോൾ ആൻഡ് അപ്പീൽ റൂൾസ് 1960 ഭാഗം 5. ആസാദി കാ അമൃത് മഹോത്സവവുമായി ബന്ധപ്പെട്ട് വനിതകൾക്കായി കേന്ദ്ര ഗവൺമെന്റ് ആവിഷ്കരിച്ച സമ്പാദ്യ പദ്ധതി. ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്, മഹിളാ സമ്മാൻ സേവിംഗ് സർട്ടിഫിക്കറ്റ്. 2024 കേരള ബജറ്റിൽ പരാമർശിച്ചിട്ടുള്ള ഉന്നതി മിഷൻ ആരുടെ ഉന്നമനം ലക്ഷ്യമാക്കിയിട്ടുള്ളതാണ്? ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ്, പട്ടികവർഗ വിഭാഗങ്ങളുടെ. കൃത്യമായ പ്രജനന കാലഘട്ടമുള്ള ജീവികളിൽ ലൈംഗിക പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്ന ഹോർമോൺ ഏത്? ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്, മെലാട്ടോണിൻ. ഇന്ത്യയിലെ 3 എക്കോളജിക്കൽ ഹോട്ട്സ്പോട്ടുകൾ ഏതൊക്കെ? ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ്, ഇൻഡോ ബർമ, വടക്കുകിഴക്കൻ ഹിമാലയം, പശ്ചിമഘട്ടം. താഴെ പറയുന്നവയിൽ ജീവകം സിയുടെ പ്രസ്താവന അല്ലാത്തത് ഏത്? ഓപ്ഷൻ എ ആണ്, പാൽ, മുട്ട എന്നിവയിൽ കാണുന്നു. വർണ്ണാന്ധതയുള്ളവരെ സൈന്യത്തിലോ ഡ്രൈവർ, പൈലറ്റ് മുതലായ ജോലികൾക്കോ തിരഞ്ഞെടുക്കാറില്ല. കാരണമെന്ത്? ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്, കോൺ കോശങ്ങളുടെ തകരാറ് മൂലം ചുവപ്പ്, പച്ച എന്നീ നിറങ്ങൾ വേർതിരിച്ചറിയാൻ സാധിക്കാത്തത് കൊണ്ട്. മസ്തിഷ്കത്തിലെ വൈദ്യുത തരംഗങ്ങളെ രേഖപ്പെടുത്തുന്ന ഉപകരണം. ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്, EEG. താഴെ തന്നിരിക്കുന്നവയിൽ ടൈപ്പ് 2 പ്രമേഹത്തിന് അനുയോജ്യമല്ലാത്ത പ്രസ്താവന ഏത്? ഒന്ന് വായിച്ചു നോക്കാം. ഓപ്ഷൻ എ, ലക്ഷ്യകോശങ്ങൾക്ക് ഇൻസുലിനെ ഉപയോഗിക്കാൻ കഴിയാത്തതാണ് ടൈപ്പ് 2 പ്രമേഹത്തിന് കാരണം. ബി, പൊണ്ണത്തടിയും ജീൻ തകരാറും ഈ രോഗത്തിന് കാരണമാവുന്നു. സി, ആഹാരവും നിയന്ത്രണവും വ്യായാമവും ആവശ്യമെങ്കിൽ മരുന്നുകൾ വഴിയും ഈ രോഗാവസ്ഥ നിയന്ത്രിക്കാം. ഡി, മുകളിൽ പറഞ്ഞ പ്രസ്താവനകൾ എല്ലാം തെറ്റാണ്. ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ്, മുകളിൽ പറഞ്ഞ പ്രസ്താവനകൾ എല്ലാം തെറ്റാണ്. കോവിഷീൽഡ് എന്ന COVID-19 വാക്സിൻ വിപണിയിൽ നിന്നും പിൻവലിച്ചു. ഈ വാക്സിൻ നിർമ്മിച്ച കമ്പനി ഏത്? ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്, ആസ്ട്രാസെനക്ക. വംശനാശ ഭീഷണി നേരിടുന്ന ഏത് ജീവിയെ സംരക്ഷിക്കാനാണ് 2024 മെയ് മാസത്തിൽ മണിപ്പൂർ സർക്കാർ 30 ഏക്കർ പുൽമേട് അനുവദിച്ചത്? ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്, പോളോ പോണി. ഒരു വസ്തുവിന് സ്ഥാനം കൊണ്ട് ലഭ്യമാവുന്ന ഊർജമാണ്. ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്, സ്ഥിതികോർജം. ഒരു ഗോളീയ ദർപ്പണത്തിന്റെ വക്രതാ ആരം 40 സെന്റിമീറ്റർ ആണ്. ഈ ദർപ്പണത്തിന്റെ ഫോക്കസ് ദൂരം എത്ര? ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ്, 20 സെന്റിമീറ്റർ. അടുത്ത ചോദ്യം, ഒരു ഹൈഡ്രോളിക് ജാക്കിന്റെ പ്രവർത്തനം ഡാഷ് നിയമത്തെ അടിസ്ഥാനമാക്കിയാണ്? ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്, പാസ്കൽ നിയമം. ചന്ദ്രയാൻ 3 ദൗത്യത്തിന്റെ റോവർ അറിയപ്പെടുന്നത്? ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്, പ്രഗ്യാൻ. ദ്രവ്യത്തിന്റെ 5ാമത്തെ അവസ്ഥ? ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്, ബോസ് ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ്. ഗൺ മെറ്റലിൽ അടങ്ങിയ ലോഹങ്ങൾ? ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്, കോപ്പർ, ടിൻ, സിങ്ക്.
ഉരുളക്കിഴങ്ങ് പോലുള്ള വിളകൾക്ക് അനുയോജ്യമായ മണ്ണിന്റെ pH. ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ് 5. ഫ്രീസിംഗ് മിശ്രിതം ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന ലവണം. ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ് ടേബിൾ സോൾട്ട്. ദ്രവ്യത്തിന്റെ ഏത് അവസ്ഥയാണ് 2023 കണ്ടെത്തിയത്? ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ് ചിറാൽ ബോസ് ലിക്വിഡ് സ്റ്റേറ്റ്. ഇലക്ട്രിക് കാറുകളിൽ ഉപയോഗിക്കുന്ന ബാറ്ററികളിൽ അടങ്ങിയ പ്രധാന മൂലകം. ഓപ്ഷൻ സി ആണ് ആൻസർ വരിക ലിഥിയം. ചേരുംപടി ചേർക്കുക. വീഡിയോ ഒന്ന് പോസ് ചെയ്തിട്ട് നിങ്ങൾ വായിച്ചു നോക്കുക. ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ്. ഇരയിമ്മൻ തമ്പിയുടെ ആട്ടക്കഥകളിൽ ഉൾപ്പെടാത്തത് ഏത്? ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ് തോരണ യുദ്ധം. അടുത്ത ചോദ്യം, ചേരുംപടി ചേർക്കുക. ഒന്ന് പോസ് ചെയ്തിട്ട് വായിച്ചു നോക്കുക. ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്. മുസിരീസ് പൈതൃക പദ്ധതിയുമായി ബന്ധപ്പെടാത്തത് ഏത്? ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ് സെന്റ് ഫ്രാൻസിസ് പള്ളി, ഫോർട്ട് കൊച്ചി. ധ്യാൻചന്ദ് പുരസ്കാരവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക. 1. മികച്ച ക്രിക്കറ്റർക്കുള്ള പുരസ്കാരം. 2. ഗുസ്തി താരമായ ധ്യാൻചന്ദിന്റെ പേരിൽ നൽകുന്ന പുരസ്കാരം. 3. മികച്ച കായിക പരിശീലകർക്ക് നൽകുന്ന പുരസ്കാരം. 4. KM ബീനാമോൾ, അഞ്ജു ബോബി ജോർജ്, PR ശ്രീജേഷ് തുടങ്ങിയ മലയാളികൾ ധ്യാൻചന്ദ് പുരസ്കാരം നേടിയിട്ടുണ്ട്. ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ് എല്ലാം തെറ്റ്. കേരള സർക്കാർ അവതരിപ്പിക്കുന്ന ജീവാനന്ദം പദ്ധതി സംബന്ധിച്ച ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കുക. ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ് സർക്കാർ ജീവനക്കാരുടെ ശമ്പളത്തിൽ നിന്നും നിശ്ചിത തുക ഈടാക്കാനും വിരമിച്ച ശേഷം മാസം തോറും തുക തിരികെ നൽകാനും ലക്ഷ്യമിടുന്ന പദ്ധതി. ആരോഗ്യ കിരണം പദ്ധതിയുടെ ഗുണഭോക്താക്കളുടെ പ്രായപരിധി എത്രയാണ്? ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ് 18 വയസ്സിൽ താഴെ പ്രായമുള്ള കുട്ടികൾ. ഏറ്റവും വേഗതയേറിയ ട്രാൻസ്മിഷൻ മീഡിയ ഏത്? ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ് ഒപ്റ്റിക്കൽ ഫൈബർ കേബിൾ. സൈബർ ആക്രമണങ്ങൾ തടയാനായി ഇന്ത്യൻ പ്രതിരോധ മന്ത്രാലയം രൂപകൽപ്പന ചെയ്ത ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഏത്? ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ് മായ OS. താഴെ തന്നിരിക്കുന്നവയിൽ ക്ലൗഡ് അടിസ്ഥാനമാക്കിയുള്ള സിസ്റ്റം ഏതെല്ലാം? 1. ഇമെയിൽ, 2. ഫേസ്ബുക്ക്, 3. യൂട്യൂബ്, 4. ഗൂഗിൾ ഡ്രൈവ്. ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ് മുകളിൽ പറഞ്ഞവ എല്ലാം. താഴെ പറയുന്നവയിൽ ഒപ്റ്റിക്കൽ സ്റ്റോറേജ് ഡിവൈസിന് ഉദാഹരണം ഏത്? ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ബ്ലൂറേ ഡിസ്ക്. ഇമെയിലിന്റെ കാര്യത്തിൽ ശരിയല്ലാത്ത പ്രസ്താവന ഏത്? ഓപ്ഷൻ സി ആണ് ഉത്തരം വരിക ഇമെയിൽ വഴി വൈറസ് വ്യാപനം നടക്കുകയില്ല. പോക്സോ നിയമം നിലവിൽ വന്നത് ഏതു വർഷമാണ്? ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ് 2012. ഉപഭോക്തൃ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനായി ഉപഭോക്തൃ സംരക്ഷണ നിയമം 2019 കീഴിൽ സ്ഥാപിതമായ ബോഡികൾ ഏതാണ്? ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ് ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷൻ. ഗാർഹിക പീഡനങ്ങളിൽ നിന്നുള്ള സ്ത്രീകളുടെ സംരക്ഷണ നിയമം 2005 നിയമത്തിന് കീഴിൽ ഒരു പീഡനത്തിനിരയായ ഒരാൾക്ക് എന്ത് തരത്തിലുള്ള ആശ്വാസം തേടാനാവും? എ. സംരക്ഷണ ഉത്തരവുകൾ, ബി. താമസ ഉത്തരവുകൾ, സി. പണ ആശ്വാസം, ഡി. മുകളിൽ പറഞ്ഞവ എല്ലാം. ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ് മുകളിൽ പറഞ്ഞവ എല്ലാം. ഗാർഹിക പീഡനത്തിൽ നിന്നുള്ള സ്ത്രീകളുടെ സംരക്ഷണ നിയമം 2005 നിയമപ്രകാരം സംരക്ഷണ ഉത്തരവ് ലംഘിക്കുന്നതിനുള്ള പരമാവധി ശിക്ഷ എന്താണ്? ഉത്തരം ഓപ്ഷൻ സി ആണ് 1 വർഷം വരെ തടവോ 20,000 വരെ പിഴയോ അല്ലെങ്കിൽ രണ്ടും. Hurrah, he won the match. Identify the part of speech of the underlined word. ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ് interjection. The singular form of the word jeans is. ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ് jeans. Your marks are good, but you can do dash. Use the comparative degree of comparison of the underlined word. ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ് better. The test was dash. Use the appropriate phrasal verb. ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ് put off. The files fell dash the shelf. Use the correct preposition. ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ് off. The idiom once in a blue moon means. ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ് rarely. Antonym of the word regular is. ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ് irregular. We do our work. Choose the correct question tag. ഉത്തരം വരുന്നത് ഓപ്ഷൻ എ don't we. Expansion of etc is. ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ്.
There is a long dash in front of the theatre. Choose the correct spelling. ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ്. ശരിയായ പദം കണ്ടെത്തുക. ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി അക്ഷൗഹിണി. നാഴികയുടെ 60 പങ്ക്. ഉത്തരം വരുന്നത് ഓപ്ഷൻ സി വിനാഴിക. പിരിച്ചെഴുതുക പരമോച്ച നില. ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ് പരമ പ്ലസ് ഉച്ച പ്ലസ് നില. ശരിയായ പര്യായക്കൂട്ടം കണ്ടെത്തുക. പ്രമാദം. ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ് വർദ്ധിച്ച ഭയം, ഓർമ്മക്കേട്, ശ്രദ്ധയില്ലായ്മ. വിപരീത പദമേത്? അധ്യാത്മം. ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ് ഭൗതികം. നേരെ വാ നേരെ പോ എന്നതർത്ഥമാക്കുന്നത് എന്ത്? ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ് സത്യസന്ധമായി പെരുമാറുക. ചേർത്തെഴുതുക മലർ പ്ലസ് കളം പ്ലസ് എഴുതി പ്ലസ് കാത്ത പ്ലസ് ഒരു പ്ലസ് അരജൻ. ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ്. വൈരി സ്ത്രീലിംഗം കണ്ടെത്തുക. ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ് വൈരിണി. ആൻഡ് ഇറ്റ് വാസ് അറ്റ് ദാറ്റ് ഏജ് പോയട്രി അറൈവ്ഡ് ഇൻ സെർച്ച് ഓഫ് മീ. ശരിയായ പരിഭാഷ ഏത്? ഓപ്ഷൻ ഡി ആണ് ഉത്തരം വരിക. എന്നെ തേടി കവിത വന്നണഞ്ഞത് ആ പ്രായത്തിലാണ്. ശരിയായത് തിരഞ്ഞെടുക്കുക. ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ് അവർ കണ്ണീരിൽ കലർത്തി പറഞ്ഞ കഥ എന്നെ വികാര പരവശനാക്കി. പ്രസ്താവനകളിൽ നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷനുമായി നാറ്റോയുമായി ബന്ധമില്ലാത്തത് ഏത്? 1. 1949 സ്ഥാപിതമായത്. 2. ഇതിൻ്റെ ആസ്ഥാനം ജനീവ ആണ്. 3. ഇതിൽ അവസാനമായി ചേർന്ന രാജ്യം സ്വീഡൻ ആണ്. 4. റഷ്യ യുക്രൈൻ യുദ്ധത്തിന് കാരണമായത് ഈ സംഘടനയിൽ ചൈനയുടെ അംഗത്വ പ്രവേശനമാണ്. ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി 2ഉം 4ഉം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ കാലഗണന ക്രമം ഏത്? 1. വൈക്കം സത്യാഗ്രഹ, 2. ചാന്നാർ ലഹള, 3. ക്ഷേത്രപ്രവേശന വിളംബരം, 4. മലബാർ കലാപം. ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ് 2, 4. ചാന്നാർ ലഹള, മലബാർ കലാപം, വൈക്കം സത്യാഗ്രഹം, ക്ഷേത്ര പ്രവേശന വിളംബരം. താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾ പരിശോധിച്ച് ശരിയായവ കണ്ടെത്തുക. 1. പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്നത് ക്വിറ്റ് ഇന്ത്യ സമരത്തിലെ മുദ്രാവാക്യമാണ്. 2. ജാലിയൻ വാലാബാഗ് ദുരന്തം നടന്നത് 1921 ഏപ്രിൽ 13-നാണ്. 3. 1948 ജനുവരി 20-ന് ഗാന്ധിജിയുടെ നേരെ ഒരു വധശ്രമം നടന്നു. 4. രണ്ടാം വട്ടമേശ സമ്മേളനം 1931 സെപ്റ്റംബറിൽ ലണ്ടനിൽ വെച്ച് നടന്നു. ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ് 1, 3, 4 ശരിയായ പ്രസ്താവനകളാണ്. സ്വാതന്ത്ര്യാനന്തരം സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ രൂപീകരിച്ചു. ഇതുമായി ബന്ധപ്പെട്ട താഴെ കൊടുത്ത പ്രസ്താവനകളിൽ ശരിയേത്? 1. ഇത് രൂപീകരിച്ചത് 1953-ലാണ്. 2. ഇത് ഷാ കമ്മീഷൻ എന്ന പേരിലും അറിയപ്പെടുന്നു. 3. ഫസൽ അലി, എച്ച്.എൻ. ഗുൻസ്രു എന്നിവർ ഇതിൽ അംഗങ്ങളായിരുന്നു. 4. ഈ കമ്മീഷന്റെ നിർദ്ദേശപ്രകാരം ആദ്യം രൂപീകരിച്ച സംസ്ഥാനം ആന്ധ്രാപ്രദേശ് ആണ്. ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ് 1, 3, 4 ശരിയായ പ്രസ്താവനകളാണ്. താഴെ കൊടുത്ത ജോഡികളിൽ തെറ്റായ ജോഡി ഏത്? റോബസ്പിയർ, ജാക്കോബിയൻ ക്ലബ്, ഏപ്രിൽ തീസിസ്, ലെനിൻ, സ്പിരിറ്റ് ഓഫ് ലോ, വോൾട്ടയർ, ലോങ് മാർച്ച്, മാവോ സേ. ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ് 3 മാത്രം തെറ്റ്. താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? 1. ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സമയം ഗ്രീനിച്ച് സമയത്തേക്കാൾ 5.5 മണിക്കൂർ മുന്നിലാണ്. 2. തമിഴ്നാട്ടിലെ കൂടംകുളത്ത് ഒരു ഭൗമ താപോർജ്ജ നിലയം സ്ഥിതി ചെയ്യുന്നു. 3. ഗുജറാത്തിൻ്റെ തലസ്ഥാനം അഹമ്മദാബാദ് ആണ്. 4. സത്ലജ് സിന്ധു നദിയുടെ പോഷക നദിയാണ്. ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ് 1, 4 എന്നിവ ശരിയായ പ്രസ്താവനകളാണ്. ഉഷ്ണമേഖല ചുഴലിക്കാറ്റുകൾ അറ്റ്ലാന്റിക് മേഖലയിൽ എന്തുപേരിൽ അറിയപ്പെടുന്നു? ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ് ഹരിക്കെയിൻ. കൊല്ലം മുതൽ കോട്ടപ്പുറം വരെ നീണ്ടുകിടക്കുന്ന ദേശീയ ജലപാത ഏത്? ഓപ്ഷൻ സി ആണ് NW3. താഴെ പറയുന്നവയിൽ തെറ്റായ പ്രസ്താവനകൾ ഏതെല്ലാം? 1. അന്തരീക്ഷത്തിലെ ഏറ്റവും താഴത്തെ പാളി സ്ട്രാറ്റോസ്ഫിയർ എന്നറിയപ്പെടുന്നു. 2. നൈട്രസ് ഓക്സൈഡ് ഒരു ഹരിതഗൃഹ വാതകമാണ്. 3. ഗ്രാനൈറ്റ് ഒരു തരം അവസാദ ശിലയാണ്. 4. അളകനന്ദ, ഭഗീരഥി എന്നീ നദികൾ ദേവപ്രയാഗിൽ വെച്ച് കൂടിച്ചേരുന്നു. ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ് 1, 3 എന്നിവ തെറ്റായ പ്രസ്താവനകളാണ്. താഴെ പറയുന്നവയിൽ ഇന്ത്യൻ മഹാസമുദ്രത്തിലെ സമുദ്രജല പ്രവാഹമേത്? ഉത്തരം ഓപ്ഷൻ ഡി അഗുൽഹാസ് പ്രവാഹം.
ഗോതമ്പ്, നെല്ല്, ചോളം, പയർവർഗ്ഗങ്ങൾ എന്നിവ ഇന്ത്യയിലെ പ്രധാന 4 ഭക്ഷ്യവിളകളാണ്. 2022-23 കണക്കുകൾ പ്രകാരം ഇവയുടെ ഉൽപ്പാദനത്തിൻ്റെ തോതനുസരിച്ചുള്ള ശരിയായ സ്ഥാനക്രമം കണ്ടെത്തുക. ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്. 1 നെല്ല്, 2 ഗോതമ്പ്, 3 ചോളം, 4 പയർവർഗ്ഗങ്ങൾ. 2024 ലോക പരിസ്ഥിതി ദിനാഘോഷങ്ങൾക്ക് ആതിഥ്യം വഹിച്ച രാജ്യമേത്? ബി. സൗദി അറേബ്യ. ഇന്ത്യയിലെ ഹരിത വിപ്ലവത്തിന്റെ ഭാഗമല്ലാത്ത പ്രസ്താവന ഏത്? 1. ആധുനിക സാങ്കേതികവിദ്യ ഉപയോഗിച്ച് കാർഷികോൽപാദനത്തിൽ വൻ വർധനവ് സൃഷ്ടിച്ചു. 2. ഭക്ഷ്യോൽപാദന രംഗത്ത് ഇന്ത്യ സ്വയം പര്യാപ്തത കൈവരിച്ചു. 3. ജലസേചന സൗകര്യങ്ങൾ, അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങൾ, രാസവളങ്ങൾ, രാസകീടനാശിനികൾ എന്നിവ വ്യാപകമായി ഉപയോഗിക്കപ്പെട്ടു. 4. ഒന്നാം പഞ്ചവത്സര പദ്ധതി മുതൽ ഹരിത വിപ്ലവം ആരംഭിച്ചു. ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ്. പ്രസ്താവനകൾ 1, 2, 3 ശരിയാണ്. പ്രസ്താവന 4 ശരിയല്ല. നൽകിയിരിക്കുന്ന പ്രസ്താവനകൾ ശ്രദ്ധിച്ചു ശരിയായ ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. പ്രസ്താവന 1, സാമ്പത്തിക വളർച്ച കൈവരിക്കുക എന്നത് പഞ്ചവത്സര പദ്ധതികളുടെ പ്രധാന ലക്ഷ്യങ്ങളിൽ ഒന്നായിരുന്നു. പ്രസ്താവന 2, രാഷ്ട്രത്തിൻ്റെ സാമ്പത്തിക വളർച്ചയ്ക്ക് അടിത്തറ പാകിയതും ത്വരിതപ്പെടുത്തിയതുമായ നിരവധി പദ്ധതികൾ 12 പഞ്ചവത്സര പദ്ധതികളിലൂടെ രാജ്യത്ത് നടപ്പിലാക്കി. ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ്. പ്രസ്താവനകൾ 1ഉം 2ഉം ശരിയാണ്. പ്രസ്താവന 2 പ്രസ്താവന 1ൻ്റെ വിശദീകരണമാണ്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുമായി ബന്ധപ്പെട്ട് 2 പ്രസ്താവനകൾ നൽകിയിരിക്കുന്നു. ഇവയെ സംബന്ധിച്ചുള്ള ശരിയായ ഓപ്ഷൻ കണ്ടെത്തുക. പ്രസ്താവന 1, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഒരു പ്രധാന പണനയ ഉപാധിയാണ് റിപ്പോ റേറ്റ്. പ്രസ്താവന 2, 2024 ഏപ്രിൽ മാസത്തിൽ ചേർന്ന റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പണനയ സമിതി റിപ്പോ റേറ്റ് 6.50% നിലനിർത്താൻ തീരുമാനിച്ചു. ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ്. പ്രസ്താവനകൾ 1, 2 ശരിയാണ്. ഇന്ത്യൻ സമ്പദ്ഘടനയെ സ്വാധീനിച്ച ചില പ്രധാന നയങ്ങൾ താഴെ നൽകിയിരിക്കുന്നു. കാലഗണനയനുസരിച്ച് ഇവയുടെ ശരിയായ ക്രമം ഏത്? 1. ബാങ്ക് ദേശസാൽക്കരണം, 2. ആസൂത്രണ കമ്മീഷൻ രൂപീകരണം, 3. 500, 1000 നോട്ടുകളുടെ നിരോധനം, 4. ഭൂപരിഷ്കരണം. ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ്. 2, 4, 1, 3. 1991 ഇന്ത്യ നടപ്പിലാക്കിയ പുത്തൻ സാമ്പത്തിക നയവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക. 1. സ്വാശ്രയത്വം പ്രോത്സാഹിപ്പിച്ച് വിദേശ സഹായം പരമാവധി കുറയ്ക്കുക. 2. ഇന്ത്യൻ സമ്പദ്ഘടനയെ ഉദാരവൽക്കരിച്ച് ആഗോള കമ്പോളവുമായി സംയോജിപ്പിക്കുക. 3. പൊതുമേഖലാ സ്ഥാപനങ്ങളെ സ്വകാര്യവൽക്കരിക്കുക. 4. ഇറക്കുമതി പരമാവധി കുറച്ച് തദ്ദേശീയ വ്യവസായ സ്ഥാപനങ്ങൾ സംരക്ഷിക്കുക. ഓപ്ഷൻ ഡി ആണ് ആൻസർ വരിക. പ്രസ്താവനകൾ 2, 3 ശരിയാണ്. 1, 4 ശരിയല്ല. നീതി ആയോഗിൻ്റെ ചില സംരംഭങ്ങളും അവയുടെ ലക്ഷ്യങ്ങളും താഴെ നൽകിയിരിക്കുന്നു. ഓരോ സംരംഭത്തിൻ്റെയും ലക്ഷ്യത്തെ സൂചിപ്പിക്കുന്ന ഓപ്ഷൻ കണ്ടെത്തുക. ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്. അടൽ ഇന്നൊവേഷൻ മിഷൻ സംരംഭകത്വം, നവീന ആശയ രൂപീകരണം എന്നിവ ത്വരിതപ്പെടുത്തുക. മെത്തനോൾ സമ്പദ്ഘടന, എണ്ണ ഇറക്കുമതി ബിൽ കുറയ്ക്കുക. സഹകരണ ഫെഡറലിസം, സംസ്ഥാനങ്ങളുടെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുക. ശൂന്യ ക്യാമ്പയിൻ, ഇലക്ട്രിക് വാഹനങ്ങൾ പ്രോത്സാഹിപ്പിച്ച് വായു മലിനീകരണം കുറയ്ക്കുക. രാജ്യസഭയുടെ പ്രത്യേക അധികാരങ്ങളെ സംബന്ധിക്കുന്ന ശരിയായ പ്രസ്താവന ഏതാണ്? 1. സംസ്ഥാനങ്ങളെ ബാധിക്കുന്ന എല്ലാ പ്രശ്നങ്ങളും രാജ്യസഭയുടെ അംഗീകാരത്തിനും പരിഗണനയ്ക്കും വിടണം. സംസ്ഥാന പട്ടികയിലെ വിഷയങ്ങൾ രാജ്യത്തിൻ്റെ പൊതു താൽപര്യം പരിഗണിച്ച് യൂണിയൻ ലിസ്റ്റിലോ കൺകറന്റ് ലിസ്റ്റിലോ മാറ്റണമെങ്കിൽ അതിന് രാജ്യസഭയുടെ അംഗീകാരം വേണം. 3. സംസ്ഥാന പട്ടികയിലെ വിഷയങ്ങൾ രാജ്യത്തിൻ്റെ പൊതു താൽപര്യം പരിഗണിച്ച് യൂണിയൻ ലിസ്റ്റിലേക്ക് മാറ്റുന്നതിന് രാജ്യസഭയുടെ അംഗീകാരം ആവശ്യമില്ല. 4. സംസ്ഥാനത്തെ സംബന്ധിച്ച വിഷയങ്ങൾ മാറ്റുന്നതിന് രാഷ്ട്രപതിക്ക് രാജ്യസഭയിൽ പ്രത്യേക അധികാരം ഉണ്ട്. ഓപ്ഷൻ ബി ആണ്. 1, 2 ശരി. ഇന്ത്യൻ ഭരണഘടനാ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയെക്കുറിച്ച് ശരിയായ വസ്തുത താഴെ തന്നിരിക്കുന്നവയിൽ ഏതാണ്? 1. ഡോക്ടർ ബി.ആർ. അംബേദ്കർ അധ്യക്ഷൻ. 2. ഭരണഘടനയ്ക്ക് അംഗീകാരം നൽകി. 3. 7 അംഗങ്ങളെ ഉൾപ്പെടുത്തി രൂപീകരിക്കപ്പെട്ട കമ്മിറ്റി. 4. 1946 ഓഗസ്റ്റ് 29 ഈ സമിതി രൂപീകരിച്ചു. ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്. 1, 3 ശരി.
സാർവത്രിക വോട്ടവകാശം, മത്സരിക്കാനുള്ള അവകാശം എന്നിവയുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നവയിൽ ഏറ്റവും അനുയോജ്യമായ വസ്തുതകൾ ഏതാണ്? 1. സാർവത്രിക വോട്ടവകാശത്തിന്റെ അടിസ്ഥാനത്തിൽ വേണം ലോകസഭ, നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ നടത്തേണ്ടതെന്ന് വകുപ്പ് 326 പ്രതിപാദിക്കുന്നു. വകുപ്പ് 331 സാർവത്രിക വോട്ടവകാശത്തെക്കുറിച്ച് പറയുന്നു. 1989 61 ഭേദഗതിയിലൂടെ വോട്ടവകാശത്തിനുള്ള പ്രായം 21 നിന്നും 18 കുറച്ചു. 4. 1989 62 ഭേദഗതിയിലൂടെ വോട്ടിംഗ് പ്രായം കുറച്ചു. ആൻസർ ഓപ്ഷൻ ഡി ആണ്. 1, 3 ശരി. ഇന്ത്യയുടെ രാഷ്ട്രപതിയായ ദ്രൗപദി മുർമുവിനെ സംബന്ധിക്കുന്ന ശരിയായ പ്രസ്താവനകൾ ഇവയിൽ ഏതാണ്? 1. 15ാമത്തെ പ്രസിഡന്റ്. 2. 14ാമത്തെ പ്രസിഡന്റ്. 3. 2015 മുതൽ 2021 വരെ ജാർഖണ്ഡ് ഗവർണറായി സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. 4. 2015 മുതൽ 2021 വരെ ഒഡീഷ ഗവർണറായി സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്. 1, 3 ശരി. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ഘടനയെക്കുറിച്ചുള്ള ഉചിതമായ പ്രസ്താവന ഏതാണ്? 1. മുൻ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ചെയർമാൻ. 2. മുൻ സുപ്രീം കോടതി ജഡ്ജി, മുൻ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് അംഗങ്ങളായി വരുന്നു. 3. മുൻ ഹൈക്കോടതി ജഡ്ജിമാർ ആയിട്ടുള്ള 2 പേർ എക്സ് ഒഫീഷ്യോ അംഗങ്ങളായി വരുന്നു. 4. മനുഷ്യാവകാശങ്ങളെ സംബന്ധിച്ചുള്ള വിഷയങ്ങളിൽ അറിവും പ്രായോഗിക പരിചയവുമുള്ള 2 പേർ അംഗങ്ങളായി വരുന്നു. ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ്. 1, 2, 4 ശരി. ഇപ്പോഴത്തെ കേന്ദ്ര യുവജനകാര്യ കായിക വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് ആരാണ്? ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്. 2012 പോക്സോ നിയമവുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏറ്റവും യോജിക്കുന്ന പ്രസ്താവനകൾ ഏതൊക്കെയാണ്? 1. പോക്സോ നിയമം വകുപ്പ് 28 അനുസരിച്ച് ഓരോ ജില്ലയിലും ശിശു സൗഹാർദ്ദത്തിനു പ്രാധാന്യം നൽകി പ്രത്യേക കോടതി സ്ഥാപിക്കണം. പോക്സോ നിയമത്തിലെ 27 വകുപ്പ് ലൈംഗിക കുറ്റകൃത്യങ്ങൾക്ക് വിധേയരാകുന്ന കുട്ടികളെ അടിയന്തര വൈദ്യപരിശോധനയ്ക്ക് വിധേയരാക്കണം. പോക്സോ കേസുകളിൽ കുട്ടിയുടെ മൊഴി എടുക്കുമ്പോൾ പോലീസ് ഓഫീസർ ഔദ്യോഗിക വേഷത്തിൽ ആകരുത്. 4. പോക്സോ കേസുകളിൽ കുട്ടിയുടെ മൊഴി എടുക്കുമ്പോൾ പോലീസ് ഓഫീസർ ഔദ്യോഗിക വേഷത്തിൽ ആയിരിക്കണം. ഓപ്ഷൻ സി ആണ് ഉത്തരം. 1, 2, 3 ശരി. 2023 ഇന്ത്യൻ റിപ്പബ്ലിക് ദിനാഘോഷത്തിൽ മുഖ്യ അതിഥി ആയിരുന്ന അബ്ദുൾ ഫത്താഹ് അൽ സിസി ഏതു രാജ്യത്തിൻ്റെ പ്രസിഡന്റാണ്? ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ്. 1 ശരി. അറബ് റിപ്പബ്ലിക് ഓഫ് ഈജിപ്ത്. സ്നേഹസാന്ത്വനം പദ്ധതി ആർക്കാണ് നൽകി വരുന്നത്? ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ്. സംസ്ഥാനത്തെ എൻഡോസൾഫാൻ ഇരകൾക്കുള്ള പ്രതിമാസ ധനസഹായം. കേരള സംസ്ഥാനത്തിലെ ഇപ്പോഴത്തെ യുവജനകാര്യ കമ്മീഷൻ ചെയർമാൻ ആരാണ്? ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ്. 2 ശ്രീ എം ഷാജർ. വാത്സല്യ നിധി പദ്ധതിയെ സംബന്ധിക്കുന്ന ഏറ്റവും യോജിക്കുന്ന 1. പട്ടികജാതി വിഭാഗങ്ങളിൽ ഉൾപ്പെട്ട പെൺകുട്ടികളുടെ സമഗ്ര വികസനത്തിനായി 1 ലക്ഷം വരെ വരുമാന പരിധിയുള്ള മാതാപിതാക്കളുടെ പെൺകുട്ടികൾക്ക് നൽകുന്ന ഇൻഷുറൻസ് അധിഷ്ഠിത സമഗ്ര പദ്ധതി. 2. OBC വിഭാഗത്തിലുള്ള പെൺകുട്ടികൾക്ക് നൽകുന്ന ധനസഹായം. 3. പട്ടികജാതി വകുപ്പും ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയും ചേർന്ന് സംയുക്തമായി നടപ്പിലാക്കുന്ന പദ്ധതി. 4. അമ്മത്തൊട്ടിലിൽ ജനിക്കുന്ന കുട്ടികൾക്ക് നൽകുന്ന ഒറ്റത്തവണ ധനസഹായം. ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ്. 1, 3 ശരി. വിദ്യാജ്യോതി പദ്ധതിയുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നതിൽ ഏറ്റവും അനുയോജ്യമായത് ഏതാണ്? 1. കേരള സാമൂഹ്യനീതി വകുപ്പ് സാമൂഹ്യ സുരക്ഷാ മിഷൻ മുഖേന നടപ്പിലാക്കിയത്. 2. ഭിന്നശേഷിയുള്ള വിഭാഗത്തിലെ കുട്ടികളെ വിദ്യാഭ്യാസപരമായി ഉയർച്ചയിലേക്ക് കൊണ്ടുവരുന്നതിന്. 3. പൊതുവിദ്യാഭ്യാസ വകുപ്പ് നടപ്പിലാക്കുന്ന കർമ്മ പരിപാടി. 4. ആദിവാസി വിഭാഗത്തിലുള്ള കുട്ടികൾക്ക് നൽകുന്ന വിദ്യാഭ്യാസ പദ്ധതി. ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്. 1, 2 ശരി. പേശികളെ അസ്ഥിയുമായി ബന്ധിപ്പിക്കുന്ന യോജക കല ഏത്? ഓപ്ഷൻ ഡി ആണ് ഉത്തരം വരിക. ജൈവ വൈവിധ്യ സംരക്ഷണാർത്ഥം പൊതുജന പങ്കാളിത്തത്തോടെ നടപ്പിലാക്കുന്ന സംരക്ഷണ സംവിധാനമാണ്. ഓപ്ഷൻ സി ആണ് ആൻസർ വരിക. കമ്മ്യൂണിറ്റി റിസർവുകൾ. ഇപ്പോഴത്തെ കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ്? ഈ എക്സാം നടക്കുന്ന സമയത്ത് ഓപ്ഷൻ ഡി ആയിരുന്നു ഉത്തരം എന്ന് പറയുന്നത്. നിലവിൽ കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ്
നിതിൻ ജാംദറാണ്. കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മഴ മുന്നറിയിപ്പിനെ സംബന്ധിക്കുന്ന ഏറ്റവും ശരിയായ പ്രസ്താവന. ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്. 1, 3 ശരി. പ്രമേഹം ബാധിച്ച കുട്ടികൾക്ക് സൗജന്യ ചികിത്സ നൽകുന്നതിന് കേരള ആരോഗ്യ വകുപ്പ് രൂപീകരിച്ച പദ്ധതി ഏത്? ഉത്തരം ഓപ്ഷൻ ബി ആണ് മിഠായി. 2024 ലോക പരിസ്ഥിതി ദിന ആഗോള ആഘോഷങ്ങൾക്ക് ആതിഥേയത്വം വഹിച്ച രാജ്യം ഏത്? ഓപ്ഷൻ ഡി സൗദി അറേബ്യ. ദ്രാവകാവസ്ഥയിലുള്ള യോജക കലയ്ക്ക് ഉദാഹരണം ഏത്? ഓപ്ഷൻ ഡി ആണ് ആൻസർ വരിക, രക്തം. മനുഷ്യ ശരീരത്തിൽ ഉപാപചയ പ്രവർത്തനങ്ങളുടെ ഫലമായി ഉണ്ടാകുന്ന വിഷവസ്തുവായ അമോണിയയെ വിഷാംശം കുറഞ്ഞ യൂറിയയാക്കി മാറ്റുന്ന അവയവം ഏത്? ഓപ്ഷൻ ബി കരൾ. മുതിർന്ന വ്യക്തികളിൽ സൊമാറ്റോട്രോപ്പിന്റെ അമിത ഉൽപാദനം മൂലം ഉണ്ടാവുന്ന അവസ്ഥ ഏത്? ഓപ്ഷൻ സി അക്രോമെഗാളി. ഉമിനീരിൽ അടങ്ങിയിരിക്കുന്ന ഏത് രാസാഗ്നിയാണ് ഭക്ഷണത്തിലുള്ള സൂക്ഷ്മരോഗാണുക്കളെ നശിപ്പിക്കുന്നത്? ഓപ്ഷൻ എ റൈസോസൈം. സൂര്യനെയും ബഹുവലയങ്ങളെയും കുറിച്ച് പഠിക്കാൻ ISRO തയ്യാറാക്കുന്ന ദൗത്യത്തിന്റെ പേര്? ഓപ്ഷൻ സി ആദിത്യ. രാജദ്രാവകം അക്വാറീജിയ എന്നാൽ? ഓപ്ഷൻ എ ആണ് ആൻസർ വരിക, നൈട്രിക് ആസിഡ് ഹൈഡ്രോക്ലോറിക് ആസിഡ് 1:3. ഇന്ത്യയിൽ സീറോ കാർബൺ ആയ നഗരം ഏത്? ഓപ്ഷൻ സി സാഞ്ചി. 1 മീറ്റർ ഉയരത്തിലുള്ള മേശപ്പുറത്ത് സ്ഥിതി ചെയ്യുന്ന 0.2 കിലോഗ്രാം മാസുള്ള ഒരു ബോക്സിന്റെ സ്ഥിതികോർജം എത്രയായിരിക്കും? ഓപ്ഷൻ സി 2 ജൂൾ. നക്ഷത്രങ്ങൾ മിന്നിത്തിളങ്ങുന്നതിന് കാരണമായ പ്രകാശ പ്രതിഭാസം ഏതാണ്? ഉത്തരം ഓപ്ഷൻ ഡി അപവർത്തനം. ഫാരൻഹീറ്റ് സ്കെയിലിൽ 32 ഡിഗ്രി ഫാരൻഹീറ്റ് താപനിലയ്ക്ക് തുല്യമായ സെൽഷ്യസ് സ്കെയിലിലെ താപനില? ഉത്തരം 0 ഡിഗ്രി സെൽഷ്യസ്. ഇന്ത്യയിൽ ദേശീയ ബഹിരാകാശ ദിനമായി പ്രഖ്യാപിക്കപ്പെട്ട തീയതി ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി ഓഗസ്റ്റ് 23. കീലേരി കുഞ്ഞിക്കണ്ണൻ ഏത് രംഗത്താണ് പ്രശസ്തി നേടിയത്? ഓപ്ഷൻ സി സർക്കസ്. തിക്കോടിയൻ എന്ന തൂലികനാമത്തിൽ അറിയപ്പെടുന്ന എഴുത്തുകാരൻ ആര്? ഉത്തരം ഓപ്ഷൻ എ കുഞ്ഞനന്ദൻ നായർ. അടുത്ത ചോദ്യത്തിലെ വരികൾ നിങ്ങൾ വായിച്ചു നോക്കുക. ഏത് കൃതിയിലെ വരികളാണ് ഇവ? ഉത്തരം ഓപ്ഷൻ സി മുഹിയുദ്ദീൻ മാല. താഴെ പറയുന്നവയിൽ യഥാർത്ഥ ലായനി ഏത്? ഉത്തരം ഓപ്ഷൻ ബി സോഡിയം അമാൽഗം. താഴെ പറയുന്നവയിൽ സിങ്ക് ബ്ലെൻഡ് എന്നറിയപ്പെടുന്നത്? ഉത്തരം ഓപ്ഷൻ ഡി സിങ്ക് സൾഫൈഡ്. 2023 രസതന്ത്രത്തിനുള്ള നോബൽ സമ്മാനം താഴെ പറയുന്നവയിൽ ഏത് വിഷയവുമായി ബന്ധപ്പെട്ടതാണ്? ഉത്തരം ഓപ്ഷൻ സി ക്വാണ്ടം ഡോട്ട്സ്. അപ്പുക്കിളി ഏത് കൃതിയിലെ കഥാപാത്രമാണ്? ഉത്തരം ഓപ്ഷൻ ഡി ഖസാക്കിന്റെ ഇതിഹാസം. ബൈറ്റ്, കിലോബൈറ്റ്, മെഗാബൈറ്റ്, ഡാഷ്, ടെറാബൈറ്റ്. ഇതിൽ വിട്ടുപോയത് പൂരിപ്പിക്കുക. ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ് ഗിഗാബൈറ്റ്. തന്നിരിക്കുന്ന സോഫ്റ്റ്വെയറും അതുണ്ടാക്കിയ കമ്പനിയും ശ്രദ്ധിക്കുക. എഡ്ജ് മൈക്രോസോഫ്റ്റ്, ഫോട്ടോഷോപ്പ് മൈക്രോസോഫ്റ്റ്, മാക് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആപ്പിൾ, ആൻഡ്രോയിഡ് ഗൂഗിൾ. ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ്. 1, 3, 4 ഇവ മാത്രം ശരിയാണ്. ജ്ഞാനപീഠ പുരസ്കാരം നേടിയ SK പൊറ്റക്കാടിന്റെ രചനയാണ്? ഉത്തരം ഓപ്ഷൻ ബി ഒരു ദേശത്തിന്റെ കഥ. 2024 നോർവേ ചെസ് ചാമ്പ്യൻഷിപ്പിൽ മുൻ ലോക ചാമ്പ്യൻ മാഗ്നസ് കാൾസനെ പരാജയപ്പെടുത്തിയ ഇന്ത്യൻ താരം? ഓപ്ഷൻ ഡി ആർ പ്രജ്ഞാനന്ദ. മൻസൂർ ക്രോക്സ് ബയോബ്ലിറ്റ്സ് 2024 പദ്ധതി നടപ്പിലാക്കുന്നത് ആര്? ഉത്തരം ഓപ്ഷൻ ഡി കേരള വന ഗവേഷണ കേന്ദ്രം. വിവരാവകാശ നിയമം 2025 പ്രകാരം സംസ്ഥാന ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണറിനെ നിയമിക്കുന്നത്? ഓപ്ഷൻ ബി സംസ്ഥാനത്തിലെ ഗവർണർ. ഉപഭോക്തൃ സംരക്ഷണ നിയമം 2019 പ്രകാരം ഉപഭോക്തൃ സംരക്ഷണയുടെ നിർവചനത്തിൽ ഉൾപ്പെടുത്താത്ത സേവനങ്ങൾ? ഓപ്ഷൻ എ നിസ്വാർത്ഥ സേവനങ്ങൾ. കൂട്ടത്തിൽ ചേരാത്തത് കണ്ടെത്തുക. ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ് ക്യാൻ. താഴെ പറയുന്നവയിൽ മെറ്റ എന്ന കമ്പനിയുമായി ബന്ധമില്ലാത്ത സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ഏത്? ഉത്തരം ഓപ്ഷൻ ബി ടെലഗ്രാം. ഡീപ്പ് ഫേക്ക് എന്നാൽ? ഓപ്ഷൻ ബി ആണ് വ്യാജ ചിത്രങ്ങൾ, വീഡിയോ എന്നിവ നിർമ്മിക്കാൻ AI ഉപയോഗിക്കുന്നത് ആണ്. ലൈംഗിക അതിക്രമങ്ങളിൽ നിന്നും കുട്ടികളെ സംരക്ഷിക്കുന്ന നിയമം പോക്സോ ആക്ട് നിലവിൽ വന്ന വർഷം 2012. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ചെയർമാൻ
ഈ എക്സാം നടക്കുന്ന സമയത്ത് ഓപ്ഷൻ ബി ആയിരുന്നു ആൻസർ. നിലവിൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ചെയർമാൻ എന്ന് പറയുന്നത് ജസ്റ്റിസ് വി രാമസുബ്രഹ്മണ്യൻ. ദേശീയ വനിതാ കമ്മീഷൻ ചെയർമാൻ, ഈ എക്സാം നടക്കുന്ന സമയത്ത് ഓപ്ഷൻ എ ആയിരുന്നു ഉത്തരം. നിലവിൽ ദേശീയ വനിതാ കമ്മീഷൻ ചെയർമാൻ വിജയ കിഷോർ രഹത്കർ. ഇവയിലേതാണ് പട്ടികവർഗക്കാർക്കായുള്ള ദേശീയ കമ്മീഷന്റെ പ്രവർത്തനം അല്ലാത്തത്? ഓപ്ഷൻ സി ആണ് ആൻസർ വരിക. പട്ടികവർഗ സംരക്ഷണവുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് പ്രധാനമന്ത്രിക്ക് സമർപ്പിക്കുക. ഗാർഹിക അതിക്രമത്തിന്റെ നിർവചനത്തിൽ വരുന്ന കാര്യങ്ങൾ ഏതൊക്കെയാണ്? നിങ്ങളതൊന്ന് വായിച്ചു നോക്കുക. ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ്, മുകളിൽ കൊടുത്തിരിക്കുന്നവ എല്ലാം. ഐഡന്റിഫൈ ദ കറക്റ്റ് സ്പെല്ലിംഗ്. ഓപ്ഷൻ ഡി ആണ് ആൻസർ വരിക. ദ ഡാഷ് ഓഫ് വോൾസ് ഹൗൾഡ് അറ്റ് ദ മൂൺ. ആൻസർ വരുന്നത് എ പാക്ക്. ഐഡന്റിഫൈ ദ സിനോണിം ഫോർ അമെൻമെന്റ്. ഓപ്ഷൻ സി ആണ് ആൻസർ, മോഡിഫിക്കേഷൻ. ഐഡന്റിഫൈ ദ ആന്റണിം ഫോർ ഡെഫിസിറ്റ്. ഓപ്ഷൻ ബി സർപ്ലസ്. ദ ടൂറിസ്റ്റ് ഗൈഡ് അലോങ് വിത്ത് ദ ടൂറിസ്റ്റ് ഡാഷ് അറൈവ്ഡ്. ആൻസർ ഓപ്ഷൻ എ ഹാസ്. ലെറ്റ്സ് ഗോ ഫോർ എ വാക്ക് ഡാഷ്. ആൻസർ വരുന്നത് ഓപ്ഷൻ സി ഷാൾ വി. ചേഞ്ച് ടു ഇൻഡയറക്റ്റ് സ്പീച്ച്. ഹി സേസ് ഐ ആം അറ്റൻഡിങ് എ ട്രെയിനിങ്. ഓപ്ഷൻ ഡി ആണ് ആൻസർ വരിക. ഹി സേസ് ദാറ്റ് ഹി ഈസ് അറ്റൻഡിങ് എ ട്രെയിനിങ്. ഇഫ് ഐ ഹാഡ് മണി ഐ ഡാഷ് ദ പുവർ. ഓപ്ഷൻ സി വുഡ് ഹെൽപ്പ്. ദ ഡോൾ ബിലോങ്സ് ഡാഷ് ദ ചൈൽഡ് ടു. പുട്ട് ഔട്ട് എന്ന ശൈലിയുടെ അർത്ഥം അണയ്ക്കുക. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ദ്രൗണി ആര്? ഓപ്ഷൻ ബി അശ്വത്ഥാമാവ്. ചിന്മുദ്ര എന്ന പദം ശരിയായി പിരിച്ചെഴുതിയത് എങ്ങനെ? ഓപ്ഷൻ സി ചിത് പ്ലസ് മുദ്ര. കേരള പാണിനി എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്നത് ആര്? ഓപ്ഷൻ എ ആർ രാജരാജവർമ്മ. താഴെ കൊടുത്തിരിക്കുന്നവയിൽ അക്ഷരത്തെറ്റുള്ള വാക്കേത്? ഉത്തരം ഓപ്ഷൻ എ. അനപത്യൻ എന്ന പദത്തിന്റെ അർത്ഥം സന്തതി ഇല്ലാത്തവൻ. താഴെ പറയുന്നവയിൽ ശരിയായ പദം ഏത്? ഓപ്ഷൻ ഡി കവയിത്രി. താഴെ കൊടുത്തിരിക്കുന്നവയിൽ സലിംഗ ബഹുവചനം ഏത്? ഓപ്ഷൻ സി പുരുഷന്മാർ. ശ്ലോകത്തിൽ കഴിക്കുക എന്ന ശൈലി കൊണ്ട് അർത്ഥമാക്കുന്നത് എന്ത്? ഓപ്ഷൻ ബി ചുരുക്കി പറയുക. പിഞ്ഞാണ വർണ്ണം ശരിയായി വിഗ്രഹിച്ച് എഴുതിയത് എങ്ങനെ? ഓപ്ഷൻ ബി പിഞ്ഞാണത്തിന്റെ വർണ്ണം. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏതെല്ലാം? 1. കുളച്ചൽ യുദ്ധം നടന്നത് 1748 2. കുളച്ചൽ യുദ്ധത്തിൽ മാർത്താണ്ഡവർമ്മയുടെ സൈന്യം ഡച്ചു സൈന്യത്തെ പരാജയപ്പെടുത്തി. 3. കേരളത്തിൽ ആദ്യമായി എത്തിയ വിദേശ ശക്തി ഡച്ചുകാരായിരുന്നു. 4. ഡച്ച് ഗവർണർ ആയിരുന്ന വാൻറീഡിന്റെ നേതൃത്വത്തിലാണ് ഹോർത്തൂസ് മലബാറിക്കസ് എന്ന ഗ്രന്ഥം പ്രസിദ്ധീകരിച്ചത്. ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്, 2ഉം 4ഉം. അടുത്ത ചോദ്യം നോക്കാം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ച ഏക മലയാളി ചേറ്റൂർ ശങ്കരൻ നായരാണ്. ഇദ്ദേഹം ഏതു സമ്മേളനത്തിലാണ് അധ്യക്ഷത വഹിച്ചത്? ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്, അമരാവതി. APJ അബ്ദുൽ കലാമുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകളിൽ തെറ്റായത് ഏതെല്ലാം? 1. ഇദ്ദേഹം ഇന്ത്യയുടെ മിസൈൽ മാൻ എന്നറിയപ്പെടുന്നു. 2. തമിഴ്നാട്ടിലെ കുംഭകോണത്താണ് ജനിച്ചത്. 3. ഇദ്ദേഹം അഗ്നിസാക്ഷി എന്ന ഗ്രന്ഥം എഴുതി. 4. ഇദ്ദേഹം ഇന്ത്യയുടെ 11ാമത്തെ രാഷ്ട്രപതിയായിരുന്നു. ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്, 2ഉം 3ഉം. നാട്ടുരാജ്യങ്ങളുടെ സംയോജനത്തിൽ സർദാർ വല്ലഭായ് പട്ടേലിനെ സഹായിച്ചതാര്? ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ്, VP മേനോൻ. ഫ്രഞ്ച് വിപ്ലവത്തിന്റെ പ്രവാചകൻ എന്നറിയപ്പെടുന്നത് ആര്? ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്, റൂസോ. കേരളത്തിലെ ഇപ്പോഴത്തെ റവന്യൂ വകുപ്പ് മന്ത്രി ആര്? ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ്, അഡ്വക്കേറ്റ് കെ രാജൻ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. പ്രസ്താവന 1. സമമർദ്ദ രേഖകൾ തമ്മിലുള്ള അകലം കൂടുതലാണെങ്കിൽ മർദ്ദച്ചെരിവ് കൂടുതലായിരിക്കും. പ്രസ്താവന 2. മധ്യരേഖാ പ്രദേശങ്ങളിൽ നിന്നും ധ്രുവങ്ങളിലേക്ക് പോകുന്തോറും കോറിയോലിസ് ബലം വർദ്ധിക്കുന്നു. തന്നിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവന ഏത്? ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്, പ്രസ്താവന 2. കേരളത്തിൽ കൂടുതലായി അനുവർത്തിച്ചു വരുന്ന കാർഷിക സമ്പ്രദായം. ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ്, തീവ്ര ഉപജീവന കൃഷി. അടുത്ത ചോദ്യം നോക്കാം. തെക്കേ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ മൺസൂൺ സീസണിൽ രൂപം കൊള്ളുന്നതും
ഇന്ത്യയുടെ പടിഞ്ഞാറേ തീര സമതലത്തിൽ ഉയർന്ന മഴ ലഭിക്കാൻ കാരണമാകുന്നതുമായ ഉച്ചമർദ്ദ മേഖല. ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്, മസ്കറിൻ ഹൈ. ഉപദ്വീപീയ ഇന്ത്യൻ നദികളിൽ കിഴക്കോട്ട് ഒഴുകുന്നവയെയും പടിഞ്ഞാറോട്ട് ഒഴുകുന്നവയെയും തമ്മിൽ വേർതിരിക്കുന്ന ജലവിഭാജകം ഏത്? ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ്, പശ്ചിമഘട്ടം. താഴെ പറയുന്നവയിൽ ഹിമാലയ പർവ്വതവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്? പ്രസ്താവനകൾ നിങ്ങളൊന്ന് വായിച്ചു നോക്കണം. ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ്, ഇവയൊന്നുമല്ല. സർവേ ഓഫ് ഇന്ത്യയുടെ വിസ്മയാവഹമായ ഭൂപട നിർമ്മാണ ചരിത്രം വിവരിക്കുന്ന ഭൗമചാപം ഇന്ത്യൻ ഭൂപട നിർമ്മാണത്തിൻ്റെ വിസ്മയ ചരിത്രം എന്ന ഗ്രന്ഥത്തിൻ്റെ കർത്താവ്? ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്, CS മീനാക്ഷി. ഹരിത വിപ്ലവവുമായി ബന്ധപ്പെട്ട ചുവടെ ചേർത്തിരിക്കുന്ന പ്രസ്താവനയിൽ ശരിയായത് ഏത്? ഒന്ന്, ഡോക്ടർ MS സ്വാമിനാഥൻ ഇന്ത്യൻ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നു. 2, ഇന്ത്യയിൽ ഹരിത വിപ്ലവം ഗോതമ്പ് വിപ്ലവം എന്നറിയപ്പെടുന്നു. 3, ഹരിത വിപ്ലവം ധനിക കർഷകരും ദരിദ്ര കർഷകരും തമ്മിലുള്ള വിടവ് വർദ്ധിപ്പിച്ചു. 4, ഭക്ഷ്യധാന്യങ്ങളുടെ കാര്യത്തിൽ ഇന്ത്യ സ്വയം പര്യാപ്തത നേടി. ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ്, എല്ലാം ശരിയാണ്. ഇന്ത്യയിൽ ആസൂത്രണ കമ്മീഷൻ നിലവിൽ വന്ന വർഷം? ഉത്തരം ഓപ്ഷൻ ബി ആണ്, 1950. WTO നിലവിൽ വന്ന വർഷം? ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്, 1995. ലോക ബാങ്കിൻ്റെ മറ്റൊരു പേര്? ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ്, IBRD. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഇന്ത്യയിൽ 1991 പുത്തൻ സാമ്പത്തിക പരിഷ്കാരങ്ങൾ നടപ്പിലാക്കുവാൻ ഉണ്ടായ കാരണങ്ങൾ? 1, ഗൾഫ് യുദ്ധം. 2, വിദേശ നാണയ കരുതൽ ശേഖരത്തിൻ്റെ കുറവ്. 3, ഉയർന്ന ഫിസ്ക്കൽ കമ്മി. 4, പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില വർധനവ്. ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ്, എല്ലാം ശരിയാണ്. അടുത്ത ചോദ്യം നോക്കാം. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഇപ്പോഴത്തെ ഗവർണർ? ഈ ക്വസ്റ്റ്യൻ പേപ്പർ വന്ന സമയത്ത് ഉത്തരം ഓപ്ഷൻ സി ആയിരുന്നു. നിലവിൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഗവർണർ സഞ്ജയ് മൽഹോത്ര. 2022-23 കേന്ദ്ര ബജറ്റ് അവതരിപ്പിച്ചത് ആര്? ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ്, നിർമ്മല സീതാരാമൻ. ഭരണഘടനയുടെ ആമുഖവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത്? 1, ഞങ്ങൾ ഭാരത ജനങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ടാണ് ആമുഖം തുടങ്ങുന്നത്. 2, ഞങ്ങൾ ഇന്ത്യയിലെ ജനങ്ങൾ എന്നാണ് ആമുഖം തുടങ്ങുന്നത്. 3, സാമൂഹിക രാഷ്ട്രീയ സാമ്പത്തിക നീതി ഉറപ്പു നൽകുന്നു. ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്, ഓൺലി 2 and 3. ഇന്ത്യൻ ഭരണഘടന കടമെടുത്ത ആശയങ്ങളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്? 1, മൗലിക അവകാശങ്ങൾ അമേരിക്കൻ ഭരണഘടനയിൽ നിന്നാണ് കടമെടുത്തത്. 2, നിർദ്ദേശക തത്വങ്ങൾ ഐറിഷ് ഭരണഘടനയിൽ നിന്നാണ് കടമെടുത്തത്. 3, നിയമനിർമ്മാണ പ്രക്രിയ കനേഡിയൻ ഭരണഘടനയിൽ നിന്നാണ് കടമെടുത്തത്. ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ്, ഓൺലി 1 and 2. അടുത്ത ചോദ്യം നോക്കാം. റിട്ടുകളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്? 1, സുപ്രീം കോടതിക്കും ഹൈക്കോടതിക്കും മാത്രമേ റിട്ടുകൾ പുറപ്പെടുവിക്കാനുള്ള അധികാരമുള്ളൂ. 2, സുപ്രീം കോടതിക്ക് മാത്രമേ റിട്ടുകൾ പുറപ്പെടുവിക്കാവൂ. 3, സുപ്രീം കോടതിക്കും ഹൈക്കോടതിക്കും ജില്ലാ കോടതിക്കും റിട്ടുകൾ പുറപ്പെടുവിക്കാം. ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്, ഓൺലി 1. ദേശീയ മനുഷ്യാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്? 1, കമ്മീഷന് ശിക്ഷ വിധിക്കാനുള്ള അധികാരമില്ല. 2, ഗവൺമെൻറ്റിനോട് ശുപാർശ ചെയ്യാനുള്ള അവകാശം മാത്രമേ ഉള്ളൂ. 3, കമ്മീഷൻ നടത്തിയ അന്വേഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ നടപടികൾ ആരംഭിക്കാൻ കോടതിയോട് ശുപാർശ ചെയ്യാം. ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ്, ഓൾ ഓഫ് ദ അബവ്. അടുത്ത ചോദ്യം നോക്കാം. നിർദ്ദേശക തത്വവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്? 1, നിർദ്ദേശക തത്വങ്ങൾ നീതിയുക്തമാണ്. 2, മൗലിക അവകാശങ്ങൾക്ക് പുറമെയുള്ള ചില അവകാശങ്ങളാണിവ. 3, സമൂഹം കൈക്കൊള്ളേണ്ട ചില ഉദ്ദേശ ലക്ഷ്യങ്ങളാണ് ഇവ. ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ്, ഓൺലി 2 and 3. ചുവടെ ചേർക്കുന്നവയിൽ നിർദ്ദേശക തത്വങ്ങളിൽ ഉൾപ്പെടുന്ന പ്രസ്താവന ഏത്? 1, ഏക പൗരത്വ നിയമം. 2, അന്തർദേശീയ സമാധാനം പരിപോഷിപ്പിക്കുക. 3, ഇന്ത്യയുടെ അഖണ്ഡത ഊട്ടിയുറപ്പിക്കുക. ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്, ഓൺലി 1 and 2.
അടുത്ത ചോദ്യം നോക്കാം. ഇന്ത്യൻ ഉപരാഷ്ട്രപതിയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്? 1. ഉപരാഷ്ട്രപതിയെ 6 വർഷത്തേക്കാണ് തിരഞ്ഞെടുക്കുന്നത്. 2. ഇലക്ടറൽ കോളേജാണ് ഉപരാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്നത്. 3. സംസ്ഥാന നിയമസഭകളിലെ അംഗങ്ങൾ ഇലക്ടറൽ കോളേജിൽ അംഗങ്ങളല്ല. ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്, ഓൺലി 2 and 3. കോടതികളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്? 1. ഭരണഘടനയുടെ സംരക്ഷകൻ എന്നറിയപ്പെടുന്നത് സുപ്രീം കോടതിയാണ്. 2. കീഴ്ക്കോടതികൾ സിവിൽ, ക്രിമിനൽ സ്വഭാവമുള്ള കേസുകൾ പരിഗണിക്കുന്നു. 3. സുപ്രീം കോടതിക്ക് പ്രസിഡന്റിന് ഉപദേശം നൽകാം. ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ്, ഓൾ ഓഫ് ദ അബവ്. കേന്ദ്ര ലിസ്റ്റിൽ ഉൾപ്പെടുന്ന വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് ശരിയായത് ഏത്? 1. വിദേശകാര്യം. 2. പോസ്റ്റ് ആൻഡ് ടെലഗ്രാഫ്. 3. കൃഷി. ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ്, ഓൺലി 1 and 2. അടുത്ത ചോദ്യം നോക്കാം. താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയേത്? 1. പൊതുജനാരോഗ്യം സംസ്ഥാന ലിസ്റ്റിലെ ഒരു വിഷയമാണ്. 2. വനം കൺകറന്റ് ലിസ്റ്റിലെ വിഷയമാണ്. 3. സൈബർ നിയമങ്ങൾ അവശിഷ്ട അധികാരങ്ങളിൽ വരുന്നതാണ്. ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ്, ഓൾ ഓഫ് ദ അബവ്. ചുവടെ ചേർക്കുന്നവയിൽ ശരിയായ പ്രസ്താവന ഏത്? 1. 73-ാം ഭേദഗതിയെ ചെറുഭരണഘടന എന്നറിയപ്പെടുന്നു. 2. 74-ാം ഭേദഗതിയിലൂടെ നഗരപാലികാ സമ്പ്രദായം കൊണ്ടുവന്നു. 3. അനുച്ഛേദം 32 പ്രകാരം സുപ്രീം കോടതിക്ക് റിട്ട് പുറപ്പെടുവിക്കാനുള്ള അധികാരമുണ്ട്. ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ്, ഓൺലി 2 and 3. അടുത്ത ചോദ്യം നോക്കാം. കേരള വനിതാ കമ്മീഷനുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്? 1. ചെയർപേഴ്സൺ ശ്രീമതി സതീദേവിയാണ്. 2. സ്ത്രീകൾക്ക് ക്ഷേമവും സുരക്ഷിതത്വവും ഉറപ്പു നൽകാനാണ് കമ്മീഷൻ രൂപീകൃതമായത്. 3. കമ്മീഷന് ശിക്ഷാ നടപടികൾ സ്വീകരിക്കാനുള്ള അധികാരമുണ്ട്. ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്, ഓൺലി 1 and 2. കേരള സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്? 1. എ ഷാജഹാൻ ആണ് കേരള തെരഞ്ഞെടുപ്പ് കമ്മീഷണർ. 2. നിയമസഭാ തെരഞ്ഞെടുപ്പ് നടത്തുക എന്നതാണ് പ്രധാന ധർമ്മം. 3. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് തിരഞ്ഞെടുപ്പ് നടത്തുക. ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്, ഓൺലി 1 and 3. മൗലിക കർത്തവ്യങ്ങളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്? 1. 11 മൗലിക കർത്തവ്യങ്ങളാണുള്ളത്. 2. അനുച്ഛേദം 51A കർത്തവ്യങ്ങൾ ഉൾപ്പെടുന്നത്. 3. ഭരണഘടനയിലെ ഭാഗം 4A കർത്തവ്യങ്ങൾ ഉൾക്കൊള്ളിച്ചിരിക്കുന്നു. ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ്, ഓൾ ഓഫ് ദ അബവ്. കോവിഡിനെതിരായി mRNA വാക്സിൻ വികസിപ്പിച്ചതിന് 2023 വൈദ്യശാസ്ത്ര നോബൽ നേടിയ വ്യക്തി ആര്? ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്, കാറ്റലിൻ കാരിക്കോ. ചീറ്റ പദ്ധതിയുടെ ഭാഗമായി ആഫ്രിക്കയിൽ നിന്നും ഇന്ത്യയിലെത്തിച്ച ചീറ്റകളെ ഏത് ദേശീയോദ്യാനത്തിലാണ് പുനരധിവസിപ്പിച്ചത്? ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്, കുനോ ദേശീയോദ്യാനം. നവജാത ശിശുക്കളുടെ സമഗ്ര ആരോഗ്യ പരിശോധനയ്ക്കായി കേരള സർക്കാരിൻ്റെ ആരോഗ്യ വകുപ്പ് ആവിഷ്കരിച്ച പദ്ധതിയാണ്. ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ്, ശലഭം. താഴെ തന്നിരിക്കുന്നവയിൽ നിന്നും പരസ്പര വിരുദ്ധമായി പ്രവർത്തിക്കാത്ത ജോഡി കണ്ടെത്തുക. ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്, തൈമോസിൻ തൈറോക്സിൻ. കൊറോണറി ധമനികളിൽ കൊഴുപ്പടിഞ്ഞ് രക്തപ്രവാഹം തടസ്സപ്പെടുത്തുന്നത് മൂലമുണ്ടാകുന്ന രോഗം. ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ്, ഹൃദയാഘാതം. താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവന ഏതാണ്? ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്. മന്തുരോഗം ഉണ്ടാക്കുന്ന രോഗാണു ഏത്? ഉത്തരം ഓപ്ഷൻ എ, ഫൈലേറിയൻ വിര. എൻസൈമുകളില്ലാത്ത ദഹനരസം. ഉത്തരം ഓപ്ഷൻ ഡി, പിത്തരസം. താഴെ തന്നിരിക്കുന്നവയിൽ ദൂരത്തിൻ്റെ യൂണിറ്റ് ഏത്? ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്, 1, 2 മാത്രം, മീറ്റർ പ്രകാശവർഷം. മഴവില്ല് ഉണ്ടാകുന്നതിന് കാരണമെന്ത്? ഉത്തരം ഓപ്ഷൻ സി ആണ്, പ്രകാശ പ്രകീർണനം. മണ്ണെണ്ണയുടെ സാന്ദ്രത 810 kg/m³ ആണെങ്കിൽ മണ്ണെണ്ണയുടെ ആപേക്ഷിക സാന്ദ്രത എത്ര? ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ്, 0.810. ആദിത്യ L1 വിക്ഷേപിക്കാൻ ഉപയോഗിച്ച വിക്ഷേപണ വാഹനം ഏത്? ഉത്തരം ഓപ്ഷൻ ഡി ആണ്, PSLV C-57. ചന്ദ്രയാൻ 3 ദൗത്യത്തിലെ ലൂണാർ റോവറിൻ്റെ പേരെന്ത്? ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്, പ്രഗ്യാൻ. എന്താണ് കേവല പൂജ്യം ഊഷ്മാവ്? ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്, -273 ഡിഗ്രി സെൽഷ്യസ്. S ബ്ലോക്ക്, P ബ്ലോക്ക് മൂലകങ്ങളെ ചേർത്തു പറയുന്ന പേര്? ഉത്തരം ബി ആണ്, പ്രാതിനിധ്യ മൂലകങ്ങൾ.
ലോഹങ്ങൾ നേർപ്പിച്ച ആസിഡുമായി പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന വാതകം. ഉത്തരം ഓപ്ഷൻ ഡി ആണ് ഹൈഡ്രജൻ. പുതുതായി കണ്ടുപിടിച്ച കാർബണിൻ്റെ രൂപാന്തരത്വം. ഉത്തരം ഓപ്ഷൻ ബി ആണ് കാർബൺ നാനോ ബഡുകൾ. ഇവരിൽ ആർക്കാണ് 2023 രസതന്ത്രത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചത്? ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ്. ഉചിതമായത് ചേർത്തെഴുതുക. വീഡിയോ പോസ് ചെയ്തിട്ട് നിങ്ങളൊന്ന് വായിച്ചു നോക്കുക. ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ്. ആത്മവിദ്യാ സംഘവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുത്തെഴുതുക. 1. ഊരാലുങ്കൽ ഐക്യനാണയ സംഘം ആരംഭിച്ചു. 2. ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ നേതൃത്വത്തിൽ പ്രവർത്തിച്ചു. 3. അഭിനവ കേരളം മുഖപത്രം തുടങ്ങി. 4. ക്ഷേത്ര പ്രതിഷ്ഠകളെ പ്രോത്സാഹിപ്പിച്ചു. ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ്. 1ഉം 3ഉം ശരി. അടുത്ത ചോദ്യം, ചെസ് കളിയുമായി ബന്ധപ്പെട്ട പദങ്ങൾ താഴെ പറയുന്നവയിൽ ഏതാണ്? ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്. 2ഉം 4ഉം ശരി. കാസ്ലിംഗ് ആൻഡ് സ്റ്റെയിൽമേറ്റ്. കാളി ദാരിക യുദ്ധം പ്രമേയമായ പ്രാചീന കലാരൂപം. ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്. മുടിയേറ്റ്. കാലക്രമമനുസരിച്ച് എഴുതുക. ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്. ആദ്യം രാജ്യസമാചാരം, പിന്നെ വരുന്നത് പശ്ചിമോദയം, പശ്ചിമ താരക, കേരള മിത്രം. കേരള സർക്കാർ നടപ്പാക്കുന്ന സ്നേഹപൂർവം പദ്ധതിയെ സംബന്ധിച്ച ശരിയായ പ്രസ്താവന തിരഞ്ഞെടുത്തെഴുതുക. ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ്. മാതാപിതാക്കളിൽ ആരെങ്കിലും ഒരാൾ മരിച്ചു പോകുകയും ജീവിച്ചിരിക്കുന്നയാൾക്ക് ആരോഗ്യപരമായും സാമ്പത്തികമായും കുട്ടിയെ സംരക്ഷിക്കാൻ കഴിയാതെ വരികയും ചെയ്യുന്ന സാഹചര്യത്തിൽ ഇത്തരം കുട്ടികൾക്ക് 1ാം ക്ലാസ് മുതൽ ഡിഗ്രി തലം വരെ ധനസഹായം നൽകുന്ന പദ്ധതി. ചേരും പടി ചേർക്കുക. വീഡിയോ പോസ് ചെയ്തിട്ട് വായിച്ചു നോക്കുക. ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്. കമ്പ്യൂട്ടറിൻ്റെ ഔട്ട്പുട്ട് ഉപകരണങ്ങളിൽ പെടാത്തത് ഏത്? ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ്. മൈക്രോഫോൺ. PDF-ൻ്റെ പൂർണ്ണ രൂപം. ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്. പോർട്ടബിൾ ഡോക്യുമെൻ്റ് ഫോർമാറ്റ്. IT ആക്ട് 2000 പ്രകാരം അനുവദനീയമല്ലാത്തത് എന്ത്? ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്. സൈബർ കുറ്റകൃത്യം ചെയ്യുന്നത്. താഴെ തന്നിട്ടുള്ളതിൽ വെബ് ബ്രൗസറിന് ഉദാഹരണം ഏത്? ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ്. സഫാരി. ഗൂഗിളിൻ്റെ പുതിയ AI സംവിധാനം. ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്. ജെമിനി. ഒരു സ്ത്രീയുടെ നഗ്നചിത്രങ്ങൾ പകർത്തി പ്രചരിപ്പിക്കുന്നത് താഴെ പറയുന്നവയിൽ ഏത് കുറ്റകൃത്യമാണ്? ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ്. വോയൂറിസം. ഉപഭോക്തൃ സംരക്ഷണ നിയമപ്രകാരം ജില്ലാ കമ്മീഷന്റെ അധികാര പരിധി എത്രയാണ്? ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്. 1 കോടി രൂപ വരെ. അടുത്ത ചോദ്യം നോക്കാം. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ഇപ്പോഴത്തെ അധ്യക്ഷൻ. ഈ ക്വസ്റ്റ്യൻ പേപ്പർ വന്ന സമയത്ത് ഓപ്ഷൻ ഡി ആയിരുന്നു ഉത്തരം. നിലവിൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ അധ്യക്ഷൻ എന്ന് പറയുന്നത് ജസ്റ്റിസ് വി രാമസുബ്രഹ്മണ്യൻ. പട്ടികജാതി വിഭാഗത്തിൽ പെടുന്ന ഒരു വ്യക്തിയുടെ ഉടമസ്ഥതയിലുള്ള വസ്തുവിൽ നിന്ന് പ്രസ്തുത വ്യക്തിയുടെ പൂർണ്ണ സമ്മതം ഇല്ലാതെ പുറത്താക്കിയാൽ ലഭിക്കാവുന്ന ശിക്ഷ. ഉത്തരം ഓപ്ഷൻ ബി ആണ്. 6 മാസം മുതൽ 5 വർഷം വരെ തടവ് ശിക്ഷ. ദേശീയ ന്യൂനപക്ഷ കമ്മീഷനിൽ ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെടുന്ന അംഗങ്ങൾ എത്രയാണ്? ഉത്തരം ഓപ്ഷൻ ബി 5. ലൈംഗിക അതിക്രമങ്ങളിൽ നിന്ന് കുട്ടികൾക്കുള്ള സംരക്ഷണ നിയമപ്രകാരം താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന ഏതാണ്? ഉത്തരം ഓപ്ഷൻ എ ആണ്. എല്ലാ പ്രസ്താവനകളും ശരിയാണ്. പ്രസ്താവനകൾ ഒന്ന് നോക്കാം. 18 വയസ്സിന് താഴെയുള്ള പെൺകുട്ടികൾക്ക് സംരക്ഷണം ഉറപ്പാക്കുന്നു. 18 വയസ്സിന് താഴെ പ്രായം വരുന്ന ആൺകുട്ടികൾക്ക് സംരക്ഷണം ഉറപ്പാക്കുന്നു. അടുത്ത ചോദ്യം, താഴെ പറയുന്നവയിൽ വിവരാവകാശ നിയമപ്രകാരം ലഭിക്കാവുന്ന വിവരം ഏതാണ്? ഉത്തരം ഓപ്ഷൻ എ. മന്ത്രിസഭയുടെ തീരുമാനങ്ങൾ. ഐഡന്റിഫൈ ദ സെന്റൻസ് വിത്ത് കറക്റ്റ് സബ്ജക്റ്റ് വെർബ് അഗ്രിമെന്റ്. ഉത്തരം ഓപ്ഷൻ ബി ആണ്. ഷീ ആൻഡ് ഹെർ ബ്രദർ ഗോസ് ടു ദ ജിം എവറി ഈവനിങ്. അടുത്ത ചോദ്യം നോക്കാം. ചൂസ് ദ കറക്റ്റ് പങ്ക്ച്വേഷൻ ഫോർ ദ ഫോളോയിങ് സെന്റൻസ്. ഷീ ഓപ്പൺ ദ ഡോർ ആൻഡ് എക്സ്ക്ലെയിംഡ് വാട്ട് എ സർപ്രൈസ്. ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ്. സെലക്ട് ദ സെന്റൻസ് ദാറ്റ് യൂസസ് ദ കറക്റ്റ് ഫോം ഓഫ് ദ വെർബ് ടു ബി ഇൻ ദ പാസ്റ്റ് ടെൻസ്. ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ്. വി വർ ഓൾ വെരി ടയേർഡ് ആഫ്റ്റർ ദ ലോങ് ഹൈക്ക് യെസ്റ്റർഡേ. ഐഡന്റിഫൈ ദ സെന്റൻസ് വിത്ത് ദ കറക്റ്റ് യൂസ് ഓഫ് എ മോഡൽ വെർബ്. ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ്. വി ഷുഡ് ബ്രിങ് എൻ അംബ്രല ഇൻ കേസ് ഓഫ് റെയിൻ.
Identify the correct transformation of the following sentence from direct to indirect speech. Direct speech. The teacher said the exam will be held the next week. ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്. The teacher said that the exam would be held the next week. Which of the following words is a synonym for abundant? ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്. Plentiful. What is the best antonym for miserly? ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ്. Generous. Choose the word that means the opposite of harmonious. ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ്. Discordant. Select the word that is most similar in meaning to ephemeral. ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്. Temporary. Find the one word for the expression craze for flowers. ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ്. Floromania. ശരിയായ പദം എഴുതുക. ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ്. ഉദ്ഘാടനം. ഭാഗികം വിപരീത പദം ഏത്? ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്. സമഗ്രം. കുടിക്കാൻ ആഗ്രഹിക്കുന്ന ആൾ. ഒറ്റപ്പദം ഏത്? ഓപ്ഷൻ ഡി ആണ് ഉത്തരം വരിക. പിപാസു. നീഹാരം പര്യായ പദം ഏത്? ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ്. മഞ്ഞ്. താഴെ പറയുന്നവയിൽ ശരിയായ സ്ത്രീലിംഗ പുല്ലിംഗ ജോഡി ഏത്? ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ്. എല്ലാം ശരി. ഏതൊക്കെയാണ് ആ ജോഡികൾ എന്ന് നോക്കാം. ധീരൻ ധീര, ഏകാകി ഏകാകിനി, പക്ഷി പക്ഷിണി, തമ്പി തങ്കച്ചി. കലാശക്കൊട്ട് ശൈലിയുടെ അർത്ഥം എന്ത്? ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ്. അവസാനത്തെ പ്രവൃത്തി. പ്രൊസീഡിങ്സ് ശരിയായ മലയാള പരിഭാഷ ഏത്? ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ്. നടപടിക്രമം. വാക്ക് പ്ലസ് മയം ചേർത്തെഴുതുക. ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്. അവൻ പിരിച്ചെഴുതുക. ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ്. ആ പ്ലസ് അൻ. പൂജക ബഹുവചനം ഏത്? ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ്. ആചാര്യർ. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായത് രേഖപ്പെടുത്തുക. 1. ശ്രീനാരായണ ഗുരു ആത്മോപദേശ ശതകം, ചട്ടമ്പി സ്വാമികൾ വേദാധികാര നിരൂപണം, വൈകുണ്ഠസ്വാമികൾ പ്രാചീന മലയാളം, വാഗ്ബടാനന്ദൻ അഭിനവ കേരളം. ഇതിൽ ഓപ്ഷൻ സി ആണ് ഉത്തരം വരിക. 1, 2, 4 എന്നിവ മാത്രം ശരിയാണ്. മൂന്നാമത് കൊടുത്തിരിക്കുന്നത് മാത്രം തെറ്റാണ്. പ്രാചീന മലയാളം എഴുതിയത് ചട്ടമ്പി സ്വാമികൾ. 1 സ്വാതന്ത്ര്യ സമര കേന്ദ്രങ്ങളെയും നേതൃത്വം നൽകിയവരെയും ചേരും പടി ചേർക്കുക. ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്. കാൺപൂർ നാനാ സാഹിബ്, ബീഹാർ കൻവർ സിംഗ്, ഡൽഹി ബഹദൂർ ഷാ രണ്ടാമൻ, ഝാൻസി റാണി ലക്ഷ്മിബായ്. താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾ ഏത് സംഭവവുമായി ബന്ധപ്പെട്ടതാണ്? 1. ജവഹർലാൽ നെഹ്റു കോൺഗ്രസ് പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടു. 2. പൂർണ്ണ സ്വരാജ് പ്രമേയം പാസാക്കി. 3. 1930 ജനുവരി 26 സ്വാതന്ത്ര്യ ദിനമായി കൊണ്ടാടാൻ തീരുമാനിച്ചു. ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്. ലാഹോർ സമ്മേളനം. ചൈനയെ ആധുനീകരിക്കാൻ സൻയാത്സൻ മുന്നോട്ട് വെച്ച ആശയങ്ങൾ രേഖപ്പെടുത്തുക. 1. മഞ്ജു രാജവംശത്തെയും സാമ്രാജ്യ ശക്തികളെയും പുറത്താക്കുക. 2. ജനാധിപത്യ ഭരണം സ്ഥാപിക്കുക. 3. മൂലധനം നിയന്ത്രിക്കുകയും ഭൂമി വിതരണം നടത്തുകയും ചെയ്യുക. ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ്. എല്ലാം ശരിയാണ്. താഴെ കൊടുത്തിരിക്കുന്ന സംഭവങ്ങൾ കാലഗണനാക്രമത്തിൽ രേഖപ്പെടുത്തുക. 1. അമേരിക്കൻ സ്വാതന്ത്ര്യ പ്രഖ്യാപനം. 2. ബോസ്റ്റൺ ടീ പാർട്ടി. 3. പാരീസ് ഉടമ്പടി. 4. ഒന്നാം കോണ്ടിനെന്റൽ കോൺഗ്രസ്. ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്. ഏത് സംസ്ഥാനത്തിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ ലിക്വിഡ് മിറർ ടെലിസ്കോപ്പ് സ്ഥാപിച്ചിട്ടുള്ളത്? ഉത്തരം ഓപ്ഷൻ ബി ആണ്. ഉത്തരാഖണ്ഡ്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഭൂമിയിലെ കാലാവസ്ഥയെ സ്വാധീനിക്കുന്ന പ്രധാന വാതകമേത്? ഉത്തരം ഓപ്ഷൻ എ ആണ്. കാർബൺ ഡയോക്സൈഡ്. ഇന്ത്യയിലെ ശൈത്യകാലത്ത് മഴ ലഭിക്കുന്നതിന് കാരണമായ പ്രതിഭാസം? ഉത്തരം ഓപ്ഷൻ ബി ആണ്. പശ്ചിമ അസ്വസ്ഥത. ഇന്ത്യയിലെ പെട്രോളിയം ഉൽപാദനത്തെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവന ഏത്? ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ്. ഏറ്റവും വലിയ എണ്ണപ്പാടം ജാറിയ ആണ്. കേരളത്തിലൂടെ കടന്നുപോകുന്ന ദേശീയ ജലപാത ഏതെന്ന് തിരിച്ചറിയുക. ഉത്തരം ഓപ്ഷൻ സി ആണ്. ദേശീയ ജലപാത 3. താഴെ കൊടുത്തിരിക്കുന്നവയിൽ കണ്ടൽ വനങ്ങൾ കാണപ്പെടാത്ത ജില്ലകൾ ഏത്? ഉത്തരം ഓപ്ഷൻ എ ആണ്. പാലക്കാട്, ഇടുക്കി. 2024 വേൾഡ് ഹാപ്പിനെസ് റിപ്പോർട്ട് പ്രകാരം ലോകത്തിലെ ഏറ്റവും കൂടുതൽ സന്തോഷമുള്ള രാജ്യം?
ഉത്തരം ഓപ്ഷൻ സി ആണ് ഫിൻലാൻഡ്. ആഭ്യന്തര സമ്പദ്ഘടനയെ ലോക സമ്പദ്ഘടനയും ആയി സംയോജിപ്പിക്കുന്നതിനെ ഡാഷ് എന്ന് പറയുന്നു. ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ് 2 മാത്രം. 2 എന്ന് പറയുമ്പോൾ ആഗോളവൽക്കരണം. രണ്ടാം പഞ്ചവത്സര പദ്ധതി ആരുടെ ആശയത്തെ അടിസ്ഥാനമാക്കിയതാണ്? ഉത്തരം ഓപ്ഷൻ ബി ആണ് PC മഹലനോബിസ്. 2015 ജനുവരി 1 നിലവിൽ വന്ന നീതി ആയോഗിന്റെ ആസ്ഥാനം എവിടെ സ്ഥിതി ചെയ്യുന്നു? ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ് ന്യൂഡൽഹി. മിനറൽ ഓയിൽ, ക്രൂഡ് ഓയിൽ എന്നീ പേരുകളിൽ അറിയപ്പെടുന്നത്? ഓപ്ഷൻ ബി ആണ് ഉത്തരം വരിക പെട്രോളിയം. സ്റ്റോക്ക് മാർക്കറ്റിന്റെ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുകയും നിക്ഷേപകരുടെ താൽപ്പര്യം സംരക്ഷിക്കുകയും ചെയ്യുന്ന സ്വയംഭരണ സ്ഥാപനം ഏത്? ഉത്തരം ഓപ്ഷൻ എ ആണ് സെബി. ഇന്ത്യയിൽ ലോകബാങ്കിന്റെ സാമ്പത്തിക സഹായത്തോടെ നടപ്പിലാക്കി വരുന്ന സ്റ്റാർസ് പ്രോജക്റ്റ് ഏത് മേഖലയുമായി ബന്ധപ്പെട്ടതാണ്? ഉത്തരം ഓപ്ഷൻ സി ആണ് സ്കൂൾ വിദ്യാഭ്യാസം. അടുത്ത 5 വർഷത്തിനുള്ളിൽ കേരളത്തിലെ എല്ലാ ഭൂരഹിത ഭവനരഹിതർക്കും സുരക്ഷിതവും മാന്യവുമായ പാർപ്പിട സംവിധാനം ഒരുക്കി നൽകുക എന്നതാണ് ഡാഷിന്റെ ലക്ഷ്യം. ഉത്തരം ഓപ്ഷൻ ബി ആണ് ലൈഫ് മിഷൻ പദ്ധതി. ഇന്ത്യൻ ഭരണഘടനയുടെ അടിസ്ഥാന ഘടനയെക്കുറിച്ചുള്ള സിദ്ധാന്തം ജുഡീഷ്യറി മുന്നോട്ട് വെച്ചത് ഏത് കേസിലാണ്? ഉത്തരം ഓപ്ഷൻ സി ആണ് കേശവാനന്ദ ഭാരതി കേസ്. ഇന്ത്യയിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ഭരണഘടനാപരമായ അംഗീകാരം ശുപാർശ ചെയ്ത കമ്മിറ്റി? ഉത്തരം ഓപ്ഷൻ ബി ആണ് PK തുങ്കൻ കമ്മിറ്റി. ഇന്ത്യയിൽ ആരാണ് നിയോജക മണ്ഡലങ്ങളിൽ സംവരണ മണ്ഡലങ്ങൾ തീരുമാനിക്കുന്നതെന്ന് കണ്ടെത്തുക? ഉത്തരം ഓപ്ഷൻ സി ആണ് അതിർത്തി നിർണയ കമ്മീഷൻ. താഴെ തന്നിരിക്കുന്നവയിൽ ഏതാണ് ഫെഡറൽ വ്യവസ്ഥയിൽ വിവാദമായ പദവി? ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ് ഗവർണർ. ഇന്ത്യയിൽ ഏതെല്ലാം സംസ്ഥാനങ്ങളിലാണ് ദ്വിമണ്ഡല നിയമനിർമ്മാണ സഭ നിലവിലുള്ളത്? ഉത്തരം ഓപ്ഷൻ ഡി ആണ് മഹാരാഷ്ട്ര, കർണാടക, ബീഹാർ. തോമസ് ഹെയർ എന്ന ബ്രിട്ടീഷുകാരനാണ് ഏക കൈമാറ്റ വോട്ട് വ്യവസ്ഥയുടെ ഉപജ്ഞാതാവ്. ഏത് കൃതിയിലാണ് അദ്ദേഹം ഈ വ്യവസ്ഥ അവതരിപ്പിച്ചത്? ഉത്തരം ഓപ്ഷൻ എ ആണ് ദി ഇലക്ഷൻ ഓഫ് റെപ്രസെന്റേറ്റീവ്സ്. നാരി ശക്തി വന്ദൻ അധിനിയം ബില്ലിൽ രാഷ്ട്രപതി ഒപ്പുവെച്ചത് 2023 സെപ്റ്റംബർ 28. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. ഇന്ത്യയിലെ ഏത് സൈനിക വിഭാഗത്തിനാണ് പുതിയ പാർലമെന്റ് മന്ദിരത്തിന്റെ നിലവിലുള്ള സുരക്ഷാ ചുമതല? ഉത്തരം ഓപ്ഷൻ ബി ആണ് CISF. കേരളത്തിലെ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചുകളിൽ പേര് രജിസ്റ്റർ ചെയ്തിട്ടും തൊഴിൽ ലഭിക്കാത്ത മുതിർന്ന പൗരന്മാർക്കുള്ള സ്വയം തൊഴിൽ പദ്ധതി? ഉത്തരം ഓപ്ഷൻ സി ആണ് നവജീവൻ. അയ്യങ്കാളി നഗര തൊഴിലുറപ്പ് പദ്ധതിയുടെ ദിവസവേതനം എത്ര രൂപയാണ് വർദ്ധിപ്പിച്ചത്? ഉത്തരം ഓപ്ഷൻ എ ആണ് 22 രൂപ. താഴെ കൊടുത്തിരിക്കുന്ന ഏത് പ്രസ്ഥാനവുമായി ശ്രീ കുമാരഗുരുദേവൻ ബന്ധപ്പെട്ടിരിക്കുന്നു? ഉത്തരം ഓപ്ഷൻ ഡി ആണ് പ്രത്യക്ഷ രക്ഷാ ദൈവസഭ. ഗാന്ധിജിയും അരാജകത്വവും എന്ന ഗ്രന്ഥത്തിന്റെ രചയിതാവ് ആര്? ഉത്തരം ഓപ്ഷൻ ബി ആണ് ചേറ്റൂർ ശങ്കരൻ നായർ. 2024 തണ്ണീർത്തട ദിനത്തിന്റെ പ്രമേയം കണ്ടെത്തുക. ഉത്തരം ഓപ്ഷൻ സി ആണ് തണ്ണീർത്തടവും മനുഷ്യ ക്ഷേമവും. ഗ്രാമപഞ്ചായത്തുകൾക്ക് ടാക്സുകൾ ഏർപ്പെടുത്താനും പിരിച്ചെടുക്കാനും അധികാരം നൽകുന്നത് ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് അനുച്ഛേദ പ്രകാരമാണ്? ഉത്തരം ഓപ്ഷൻ എ ആണ് അനുച്ഛേദം 243H. 18 വയസ്സിൽ താഴെ പ്രായമുള്ള കുട്ടികളുടെ സമഗ്ര ആരോഗ്യ സംരക്ഷണത്തിനുള്ള സേവനങ്ങൾ ഒരു കുടക്കീഴിൽ ഉറപ്പുവരുത്തുന്ന പദ്ധതി ഏത്? ഉത്തരം ഓപ്ഷൻ ബി ആണ് ആരോഗ്യ കിരണം. പെരിയാർ കടുവ സങ്കേതം വ്യാപിച്ചു കിടക്കുന്നത് ഏതൊക്കെ ജില്ലകളിലായിട്ടാണ്? ഉത്തരം ഓപ്ഷൻ സി ആണ് ഇടുക്കി, പത്തനംതിട്ട. രോഗത്തിന്റെ പേരും അതിന്റെ കാരണവും താഴെ തന്നിരിക്കുന്നതിൽ ശരിയായവ ഏതൊക്കെ? ഉത്തരം ഓപ്ഷൻ സി ആണ് 1 മാത്രം ശരിയാണ്. നിശാന്തത, വൈറ്റമിൻ എയുടെ കുറവ് കൊണ്ട് റോഡോപ്സിന്റെ പുനർനിർമ്മാണം തടസ്സപ്പെടുന്നു. മനുഷ്യ രക്തത്തിലെ ഹീമോഗ്ലോബിനിൽ കാണുന്ന ലോഹമാണ്? ഉത്തരം ഓപ്ഷൻ ഡി ആണ് ഇരുമ്പ്. എലിപ്പനിക്ക് കാരണമായ സൂക്ഷ്മജീവി ഏത്? ഉത്തരം ഓപ്ഷൻ എ ആണ് ലെപ്റ്റോസ്പൈറ. ലോകാരോഗ്യ ദിനം 2024 പ്രമേയം ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി ആണ് എൻ്റെ ആരോഗ്യം എൻ്റെ അവകാശം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ജീവിതശൈലി രോഗങ്ങൾ ഏവ? 1 എംഫസിമ, 2 ഫാറ്റി ലിവർ, 3 ഹീമോഫീലിയ, 4 സിക്കിൾ സെൽ അനീമിയ. ഇവിടെ ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ് 1, 2 എംഫസിമ, ഫാറ്റി ലിവർ.
വായു മലിനീകരണം നിയന്ത്രിക്കുന്നതിനായി 2020 ഏപ്രിൽ മുതൽ ഇന്ത്യയിൽ നടപ്പിലാക്കിയ എമിഷൻ സ്റ്റാൻഡേർഡ് ഏതാണ്? ഉത്തരം ഓപ്ഷൻ ഡി ആണ് BS6. താപനില കൂടുമ്പോൾ ഒരു ദ്രാവകത്തിൻ്റെ വിസ്കോസിറ്റി ഉത്തരം ഓപ്ഷൻ ബി ആണ് കുറയുന്നു. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായത് ഏത്? ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ് W=P/T. W പ്രവൃത്തി P പവർ T സമയം. ഡിജിഡോഗ് എന്ന റോബോട്ടിക് പട്ടിയെ അവതരിപ്പിച്ചത് ഏത് രാജ്യമാണ്? ഉത്തരം ഓപ്ഷൻ എ ആണ് അമേരിക്ക. 50 കിലോഗ്രാം മാസുള്ള ഒരു കല്ലും 4.5 കിലോഗ്രാം മാസുള്ള ഒരു കല്ലും 25 മീറ്റർ പൊക്കമുള്ള ഒരു കെട്ടിടത്തിൻ്റെ മുകളിൽ നിന്നും ഒരുമിച്ച് താഴേക്കിടുന്നു. ഏത് കല്ലായിരിക്കും ആദ്യം താഴെ എത്തുക? വായുവിൻ്റെ പ്രതിരോധം അവഗണിക്കുക. ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ് രണ്ടും ഒരുമിച്ച്. ഇന്ത്യയുടെ റോക്കറ്റ് വിമൻ എന്ന് അറിയപ്പെടുന്നത് ആരാണ്? ഉത്തരം ഓപ്ഷൻ ബി ആണ് ഋതു കരിതാൾ. ആനോഡൈസിംഗ് എന്ന പ്രക്രിയ ഏത് ലോഹ സംരക്ഷണത്തിനാണ് പ്രധാനമായും ഉപയോഗിക്കുന്നത്? ഉത്തരം ഓപ്ഷൻ സി ആണ് അലൂമിനിയം. താഴെ പറയുന്നവയിൽ ഏത് pH മൂല്യത്തിലാണ് കാൽഷ്യം ഹൈഡ്രോക്സി അപ്പറ്റൈറ്റ് നാശത്തിന് വിധേയമാവുന്നത്? ഉത്തരം ഓപ്ഷൻ എ ആണ് pH <5.5. ആവർത്തന പട്ടികയിൽ ഇടത്തുനിന്നും വലതുവശത്തേക്ക് പോകുമ്പോൾ മൂലകങ്ങളുടെ രാസഭൗതിക ഗുണങ്ങളുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന ഏത്? ഉത്തരം ഓപ്ഷൻ സി ആണ് ഇലക്ട്രോണുകൾ വിട്ടുകൊടുക്കാനുള്ള കഴിവ് കൂടുന്നു. അത് തെറ്റായ പ്രസ്താവനയാണ്. ഓക്സിജൻ മൂലകത്തിൻ്റെ രൂപാന്തരങ്ങൾ ഏവ? ഉത്തരം ഓപ്ഷൻ ഡി ആണ് O2, O3 ആൻഡ് O4. താഴെ പറയുന്നവയിൽ ദ്രാവകാവസ്ഥയിലുള്ള അലോഹം ഏത്? ഉത്തരം ഓപ്ഷൻ സി ആണ് ബ്രോമിൻ. ശങ്കരൻകുട്ടി മുഖ്യ കഥാപാത്രമായി വരുന്ന ചലച്ചിത്രം ഏത്? ഉത്തരം ഓപ്ഷൻ എ ആണ് കൊടിയേറ്റം. ഭാരത പര്യടനം ഏത് വിഭാഗത്തിൽപ്പെടുന്ന കൃതിയാണ്? ഉത്തരം ഓപ്ഷൻ ഡി ആണ് സാഹിത്യ വിമർശനം. പ്രസിദ്ധമായ മരാമൺ കൺവെൻഷൻ നടക്കുന്നത് ഏത് നദിയുടെ തീരത്താണ്? ഉത്തരം ഓപ്ഷൻ എ ആണ് പമ്പ. ഗ്രാൻഡ് സ്ലാം എന്ന പദം ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടതാണ്? ഉത്തരം ഓപ്ഷൻ സി ടെന്നീസ്. 2023 സരസ്വതി സമ്മാൻ ലഭിച്ചത് ആർക്ക്? ഉത്തരം ഓപ്ഷൻ ബി ആണ് പ്രഭാവർമ്മ. 2024 ഖേലോ ഇന്ത്യ വിന്റർ ഗെയിംസിൻ്റെ ഭാഗ്യചിഹ്നം ഏത്? ഉത്തരം ഓപ്ഷൻ ബി ആണ് ഹിമപ്പുലി. സ്വാതന്ത്ര്യം തന്നെ അമൃതം, സ്വാതന്ത്ര്യം തന്നെ ജീവിതം, പാരതന്ത്ര്യം മാനികൾക്ക് മൃതിയേക്കാൾ ഭയാനകം. ആരുടെ വരികൾ? ഉത്തരം ഓപ്ഷൻ സി ആണ് കുമാരനാശാൻ. ആപ്പിൾ കമ്പനിയുടെ കമ്പ്യൂട്ടർ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ പേര്? ഉത്തരം ഓപ്ഷൻ സി ആണ് മാക് OS. താഴെ പറയുന്നതിൽ സെർച്ച് എഞ്ചിൻ അല്ലാത്തത് ഏത്? ഉത്തരം ഓപ്ഷൻ ഡി ആണ് സഫാരി. പ്രോമിൻ്റെ പൂർണ്ണരൂപം ഏത്? ഉത്തരം ഓപ്ഷൻ സി ആണ് പ്രോഗ്രാമബിൾ റീഡ് ഓൺലി മെമ്മറി. ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് അവസാനമായി ഭേദഗതി ചെയ്ത വർഷമേത്? ഉത്തരം ഓപ്ഷൻ ഡി ആണ് 2008. താഴെ പറയുന്നതിൽ ഒപ്റ്റിക്കൽ ഫൈബർ കേബിളിനെ കുറിച്ച് ശരി അല്ലാത്തത് ഏത്? ഉത്തരം ഓപ്ഷൻ സി ആണ് കൂടിയ ഇലക്ട്രോമാഗ്നറ്റിക് ഇൻ്റർഫറൻസ്. താഴെ പറയുന്നവയിൽ ഏതാണ് വിവരാവകാശ നിയമം 2005 പ്രകാരം ഒഴിവാക്കിയിട്ടില്ലാത്തത്? ഉത്തരം ഓപ്ഷൻ ബി ആണ് ഫയലുകൾ, രജിസ്റ്ററുകൾ ഉൾപ്പെടെയുള്ള എല്ലാ രേഖകളുടെയും പരിശോധനയ്ക്കുള്ള അവകാശം. പോക്സോ നിയമം 2012 എത്ര വകുപ്പുകളാണ് ഉള്ളത്? ഉത്തരം ഓപ്ഷൻ ബി ആണ് 46. ഗാർഹിക പീഡന നിരോധന നിയമം 2005 വകുപ്പ് 2B പ്രകാരം കുട്ടിയുടെ നിർവചനത്തിൽ വരുന്ന വിഭാഗങ്ങൾ ഏതൊക്കെയാണ്? ഉത്തരം ഓപ്ഷൻ സി ആണ് 18 വയസ്സിൽ താഴെയുള്ള ഏതൊരു വ്യക്തി. SC/ST വിഭാഗങ്ങൾക്കെതിരായ അക്രമ നിരോധന നിയമം പാർലമെന്റ് പാസാക്കിയത് ഏത് വർഷമാണ്? ഉത്തരം 1989. ഉപഭോക്തൃ സംരക്ഷണ നിയമപ്രകാരം താഴെ പറയുന്നവയിൽ ഏതാണ് ഉപഭോക്താവിൻ്റെ അവകാശമല്ലാത്തത്? ഉത്തരം ഓപ്ഷൻ സി ആണ് ചൂഷണം ചെയ്യപ്പെടാനുള്ള അവകാശം. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ നിലവിലെ ചെയർമാൻ? ഈ എക്സാം നടക്കുമ്പോൾ ഓപ്ഷൻ ബി ആയിരുന്നു ഉത്തരം. നിലവിൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ചെയർമാൻ ജസ്റ്റിസ് V. രാമസുബ്രഹ്മണ്യൻ. കേരളത്തിലെ പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ്റെ നിലവിലെ ചെയർമാൻ? ഉത്തരം ഓപ്ഷൻ സി ആണ് ശ്രീ BS മാവോജി. റീറൈറ്റ് ദ ഫോളോയിങ് സെൻറ്റൻസ് യൂസിങ് so dash that the germ is too small to be seen with a naked eye.
ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്. ദ germ ഈസ് സോ സ്മോൾ ദാറ്റ് ഇറ്റ് കനോട്ട് ബി സീൻ വിത്ത് എ നേക്കഡ് ഐ. ഫൈൻഡ് ദ വേർഡ് ഇക്വിവാലന്റ് ടു എ ഫീലിംഗ് ഓഫ് ഷൈനസ് ഓർ എംബാരസ്മെന്റ് ദാറ്റ് സ്റ്റോപ്സ് യു ഫ്രം ഡൂയിങ് ഓർ സേയിങ് വാട്ട് യു റിയലി വോണ്ട്. ഉത്തരം ഓപ്ഷൻ എ ആണ്. ഇൻഹിബിഷൻ. Fill in the blank in the given below sentence. Neither of them dash me. ഉത്തരം D. loves. Change into indirect speech. Alas, my uncle met with an accident, he said. ഉത്തരം ഓപ്ഷൻ ബി ആണ്. He cried out that his uncle had met with an accident. Change the following sentence into superlative degree. Light travels faster than anything else. ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്. ഓഫ് ഓൾ തിങ്സ് ഇൻ ദ വേൾഡ് ലൈറ്റ് ട്രാവൽസ് ദ ഫാസ്റ്റസ്റ്റ്. ചൂസ് ദ കറക്റ്റ് പ്രപ്പോസിഷൻ ടു ഫിൽ ഇൻ ദ ബ്ലാങ്ക് ഗിവൻ ബിലോ. ദ ബർഗ്ലർ ജംപ്ഡ് ഡാഷ് ദ കോമ്പൗണ്ട് വാൾ. ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ്. ഓവർ. ഫൈൻഡ് ഔട്ട് ദ മീനിങ് ഓഫ് ദ ഇഡിയം ടൈ യുവർ സെൽഫ് അപ്പ് ഇൻ നോട്ട്സ്. ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്. ബിക്കം വെരി കൺഫ്യൂസ്ഡ് വെൻ യു ആർ ട്രൈങ് ടു എക്സ്പ്ലെയിൻ സംതിങ്. Complete the following sentence using suitable articles. On dash way we saw dash one-eyed beggar. ഉത്തരം ഓപ്ഷൻ ബി ആണ്. The A. What is the expansion and meaning of the abbreviation given below? AM. ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്. ആൻറ്റി മെരീഡിയൻ ബിഫോർ മിഡ് ഡേ. Find out the synonym for the word ഫ്യൂട്ട്. ഉത്തരം ഓപ്ഷൻ സി ആണ്. ക്വാറൽ. മാവ് എന്ന പദത്തിൻ്റെ പര്യായ ശബ്ദമല്ലാത്തത് ഏത്? ഉത്തരം ഓപ്ഷൻ ബി ആണ്. വരകം. ശരിയായ പദം കണ്ടെത്തുക. ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ്. കവയിത്രി. വിദ്വാൻ എന്ന പദത്തിൻ്റെ സ്ത്രീലിംഗരൂപം എഴുതുക. ഉത്തരം ഓപ്ഷൻ സി ആണ്. വിദുഷി. അശ്വത്ഥം എന്ന പദത്തിന് സമാനാർത്ഥമായി വരുന്ന പദമേത്? ഉത്തരം ഓപ്ഷൻ എ ആണ്. അരയാൽ. ഒറ്റപ്പദം എഴുതുക. അറിയാനുള്ള ആഗ്രഹം. ഓപ്ഷൻ ഡി ആണ് ഉത്തരം വരിക. ജിജ്ഞാസ. വിപരീത ശബ്ദം എഴുതുക. സ്വകീയം. ഉത്തരം ഓപ്ഷൻ ബി. പരകീയം. പിരിച്ചെഴുതുക. പടക്കളം. ഉത്തരം ഓപ്ഷൻ സി ആണ്. പട പ്ലസ് കളം. ഓലപ്പാമ്പ് കാട്ടുക എന്ന ശൈലിയുടെ അർത്ഥമേത്? ഉത്തരം ഓപ്ഷൻ ഡി ആണ്. ഭീഷണിപ്പെടുത്തുക. ശരിയായ വാക്യം കണ്ടെത്തി എഴുതുക. ബി ആണ് ഉത്തരം വരിക. ഗത്യന്തരമില്ലാതായപ്പോൾ ലീലയ്ക്ക് വീട് വിൽക്കേണ്ടി വന്നു. ചേർത്തെഴുതുക. നല് പ്ലസ് നൂൽ. ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ്. നന്നൂൽ.